ദൈവത്തിൻ്റെ പുണ്യതിരുനാമം നല്ല പ്രഭാതവേളയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന അനുഗ്രഹീത കർത്താവിൻ്റെ ദാസന്മാർ, നല്ല ഗാനങ്ങൾ പാടി കർത്താവിൽ നമ്മെ സന്തോഷിപ്പിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ, ഉപവാസ കൂട്ടങ്ങളോടും പ്രാർത്ഥനയോടും കടന്നു വന്നിരിക്കുന്ന അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, സഹോദരിമാർ, സഹോദരന്മാർ, ഇന്ന് പകലിൽ മീഡിയയിൽ കൂടി ഞങ്ങളെ കാണുന്ന ദൈവകുഞ്ഞുങ്ങൾ, എല്ലാ പ്രിയമക്കൾക്കും പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി നിസ്തുല്യനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള ധന്യവന്ദനത്തെ ഈ പ്രഭാതത്തിൽ ഞാൻ പ്രകാശിപ്പിക്കുന്നു. നിർമ്മലമായ തിരുവെഴുത്തും ക്രിസ്തുയേശുവിലുള്ള സാക്ഷ്യവും നിമിത്തം ഒരു പകലിൽ കൂടി വചനവുമായി നിൽപ്പാൻ കൃപാലുവായ ദൈവം ഒരവസരം കൂടി തന്നതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഈ പ്രഭാതത്തിൽ കടന്നു വന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വവാനായ ദൈവം ഓരോ മക്കളെയും വഴി നടത്തട്ടെ എന്ന് ഒരിക്കൽ കൂടി ദൈവസന്ധിയിൽ താഴുന്നു. ബഹുമാനപ്പെട്ട പാസ്റ്റർ, കടന്നു വന്ന കുഞ്ഞുങ്ങളെല്ലാവരോടുമുള്ള നന്ദിയെ തരുണത്തിൽ രേഖപ്പെടുത്തുന്നു. ഇന്ന് പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്ന ഒരു ഭാഗം, യേശുക്രിസ്തുവിൻ്റെ വരവിൽ എടുക്കപ്പെടേണ്ട സഭയുടെ യോഗ്യത, അഥവാ കർത്താവ് താമസമിന്ന മേഘത്തിൽ വരും, അവൻ്റെ വരവിൽ എടുക്കപ്പെടേണ്ട യോഗ്യത. അതിനടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഈ പ്രഭാതത്തിൽ 12ഓളം വാക്യങ്ങൾ ദൈവസന്ധിയിൽ നാം ഒരു ബൈബിൾ കോളേജിലെ ക്ലാസ് കേൾക്കുന്ന മാതിരി ഇന്ന് പ്രഭാതത്തിൽ നാം ഒരുമിച്ച് ചിന്തിക്കും. അവസാനം നമ്മൾ കുഞ്ഞുങ്ങളുമായി ഒരു പാട്ട് പാടി ദൈവത്തെ ആരാധിക്കും. വെട്ടുവിളയിലെ ക്രൈസ്റ്റ് കമ്മ്യൂണിറ്റി ചർച്ചിലെ കുഞ്ഞുങ്ങൾക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്നലെ രാത്രി ബഹുമാനപ്പെട്ട പാസ്റ്ററിനോട് പറഞ്ഞു, 9:30 ആകുമ്പോൾ നിർത്തണം, അടുത്ത 2 ദിവസവും യോഗമുണ്ട്, ഞങ്ങളുടെ മൈക്ക് കിട്ടിയാൽ. പക്ഷേ ഇന്നലെ 9:40 കഴിഞ്ഞിട്ടും ഞാൻ പിന്നെ വാച്ച് നോക്കിയ സമയം ഒത്തിരി നീണ്ടുപോയി. ഒരു കുഞ്ഞുങ്ങളും ആലയം വിട്ടുപോയില്ല. എല്ലാവരും കരമടിച്ച് ദൈവത്തെ ആരാധിച്ചു. അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. പ്രത്യേകിച്ച് പല പ്രഭാഷണങ്ങൾ കേൾക്കുന്നവരെ, കുഞ്ഞുങ്ങൾ ലൈവ് കൊടുക്കുന്നവരും എല്ലാവരും, ഞങ്ങൾ ഒരു സംഘടനകളെയോ ഒരു വ്യക്തികളെയോ ഒന്നും കുറ്റം പറയത്തില്ല. ഞങ്ങളുടെ ആഗ്രഹം എല്ലാവരും യേശു അപ്പച്ചനെ രക്ഷിതാവായി സ്വീകരിക്കണം. അതുകൊണ്ടാണ് 39ാമത് വർഷം ഈ കൺവെൻഷൻ നടക്കുന്നത്. ഇന്നലെ ബഹുമാനപ്പെട്ട പാസ്റ്ററോട് രാത്രി ഞാൻ പറഞ്ഞു, മേടയിൽ മുഴുവൻ കർത്താവിൻ്റെ വേലക്കാരായിരുന്നു, താഴെയും കർത്താവിൻ്റെ വേലക്കാരായിരുന്നു. വളരെ ദൂരെ നിന്ന് വന്നവർക്ക് പ്രാർത്ഥിക്കാൻ പോലും ഒരവസരം കൊടുക്കാൻ പറ്റിയില്ല. എങ്കിലും 2-3 പേർക്ക് അവസരം കൊടുത്തു. അതുകൊണ്ട് കർത്തൃവേലക്കാർ, ഊളിയക്കാർ ഇന്നലെ അനവധി പേർ വന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നുകൂടി നാളെ കൂടി നമ്മുടെ യോഗമുണ്ട്. ദയവായി കർത്താവിൻ്റെ ദാസൻ ഇന്നലെ പറഞ്ഞു, 6 മണിക്ക് തന്നെ കുഞ്ഞുങ്ങൾ പാട്ട് തുടങ്ങും. ഒരു 7:15, 7:20 എനിക്ക് മെസ്സേജ് തുടങ്ങിയാൽ എൻ്റെ ഒരു പ്രഭാഷണം 2 മണിക്കൂറുള്ള എടുക്കും. അതുകൊണ്ടാണ് ഈ ഉലകത്തിൻ മുടിവൊക്കെ വന്ന് ദീർഘദർശീൻ്റെ കടിതങ്ങൾ, പ്രവചനങ്ങളൊക്കെ പറയണേ സമയമെടുക്കും. അതുകൊണ്ട് നീണ്ടു. അതുകൊണ്ട് ദൈവമക്കൾ വളരെ നേരത്തെ തന്നെ വരണമേ എന്ന് ദൈവനാമത്തിൽ താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ അടുത്തുള്ള പക്കത്തുള്ള വീട്ടുകാർ ആരുമേ ആകട്ടെ, CSA ആകട്ടെ, കത്തോലിക്കരാവട്ടെ, അവരേത് കമ്മ്യൂണിറ്റി ആവട്ടെ, അവരെയൊക്കെയും പറയണം, യോഗം ഇവിടെ നടക്കുന്നു. ഈ ലോകത്തിലെ സംഭവങ്ങൾ മുഴുവൻ പ്രതിപാദിക്കുന്ന യോഗങ്ങളാണ്, കടന്നു വരാൻ പറയണം. നമ്മുടെ ആഗ്രഹം ഈ കൺവെൻഷൻ 1000ങ്ങളില്ലെങ്കിലും ഒരു വ്യക്തിയെങ്കിലും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അത് വീട്ടിലായാലും ചർച്ചിലായാലും റോഡിലായാലും. അതുകൊണ്ട് നമ്മൾ ഇത്രത്തോളം ആഴമായി വചനം പഠിക്കുന്നത്. 6 മണിക്ക് തന്നെ പാട്ട് തുടങ്ങും. 7:20 ഇവിടെ മെസ്സേജ് ആരംഭിക്കും. വളരെ സന്തോഷമുണ്ട്. ഇന്നലെ ഇവിടെ ഉദ്ഘാടനമോ മറ്റോ ഒന്നുമില്ല. കർത്തൃദാസൻ 2 കാര്യം പറഞ്ഞു. 2 ദൈവവേലക്കാർ പ്രാർത്ഥിച്ച് എനിക്ക് മൈക്ക് തന്നു. അതുകൊണ്ട് അത്രയും കാര്യം. ചില സമയത്ത് 8 മണിയൊക്കെ കഴിഞ്ഞാൽ കിട്ടുന്നെങ്കിലും 7:40 കഴിഞ്ഞപ്പോൾ ഇന്നലെ മൈക്ക് ലഭിക്കുവാനിടയായി. ഇന്ന് അതിലും 10 മിനിറ്റ് മുമ്പേ നമ്മൾ ആരംഭിക്കും. ഞായറാഴ്ച സൺഡേ നിങ്ങൾക്കും ആരാധനയുണ്ട്, നമുക്കെല്ലാം പ്രാർത്ഥന ആരാധന ഉണ്ടായതുകൊണ്ട് വളരെ 9:30 മുമ്പ് തന്നെ നിർത്തത്തക്കോണം കാര്യങ്ങൾ ക്രമീകരിക്കും. ദൈവമക്കൾ പ്രാർത്ഥനയോടും കണ്ണുനീരോടും ആലയത്തേക്ക് വരുവാൻ ഒരിക്കൽ കൂടി ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. ഒരു മഴയോ കാലാവസ്ഥയോ ഒന്നും മാറ്റമില്ലാതെ സർവശക്തനായ ദൈവം ഇന്നലെ രാത്രി നമ്മളെ കാത്തു പരിപാലിച്ചു. ആ നല്ല ദൈവത്തിന് കോടാനുകോടി സ്തോത്രം. ഇന്ന് പകലിൽ കർത്താവിൻ്റെ വരവ്, നോഹയുടെ കാലം, ലോത്തിൻ്റെ കാലം, സഭയ മണവാട്ടി, ഇപ്പോഴത്തെ ലോകം, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഈ പകലിൽ പ്രതിപാദിക്കുന്നത്. ഇന്ന് രാത്രിയും നാളെ രാത്രിയും വിശുദ്ധ വെളിപ്പാട് പുസ്തകമായിരിക്കും പ്രതിപാദിക്കുന്നത്. ദാനിയേൽ പ്രവചനത്തിലെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇന്ന് രാത്രി യോവാൻ അപ്പോസ്തലൻ പത്മോസിൽ കണ്ട ദീർഘദർശനത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും
ഇന്നും നാളെയും വിശുദ്ധ വെളിപ്പാട് പുസ്തകമായിരിക്കും പ്രതിപാദിക്കുന്നത്. ആസ്പദമായി ഒരു വാക്യം വായിച്ചുകൊണ്ട് ഇന്നൊരു പ്രഭാതത്തിൽ നമ്മുടെ ശുശ്രൂഷയിലേക്ക് കടക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 17-ാം അധ്യായം 22, 23 വാക്യങ്ങൾ. മലയാളമായാലും കുഴപ്പമില്ല, തമിഴായാലും കുഴപ്പമില്ല. നിങ്ങൾക്കെല്ലാവർക്കും നല്ലവണ്ണം മലയാളം അറിയാം. എനിക്കാണെങ്കിൽ തമിഴ് വായിക്കാൻ അറിയത്തില്ല. പിന്നെ ഇവിടെ പ്രസംഗിച്ച് കുറച്ച് തമിഴ് ഒരു പരുവത്തിൽ പിടിച്ച് നിൽക്കുക സ്വോത്രം. അതുകൊണ്ട് നിങ്ങൾ തമിഴിൽ വായിച്ചാലും കുഴപ്പമില്ല, എനിക്ക് നല്ല ക്ലിയർ ആവും. Everyone open your Bible in this morning, Luke chapter 17, verse 22, 23. വായിച്ചിട്ട് കുഞ്ഞെ ലൂക്കോസ് 17, 22, 23 വാക്യങ്ങൾ വായിക്കാം. പിന്നെ അവൻ ശിഷ്യന്മാരോട് യേശു പറഞ്ഞത്, നിങ്ങൾ മനുഷ്യപുത്രന്റെ ഒരു ദിവസം കാണുവാൻ ആഗ്രഹിക്കുന്ന കാലം വരും. മനുഷ്യപുത്രന്റെ ഒരു ദിവസം കാണുന്ന ദിനം കാണാൻ ശിഷ്യന്മാർ ആഗ്രഹിക്കും. അടുത്തത് കാണുകയില്ല താനും. അടുത്തത് അന്ന് ലോകക്കാർ പറയും, ഇതാ ഇവിടെ എന്നും അവിടെ എന്നും പറയും. മതി, നിങ്ങൾ മനുഷ്യപുത്രന്റെ ഒരു ദിവസം കാണുവാൻ ആഗ്രഹിക്കും, കാണുകയില്ല താനും. ലോകം പറയും അവിടെ എന്നും ഇവിടെ എന്ന്. നിങ്ങൾ ചഞ്ചലപ്പെടാതെ ദൈവവചനത്തിൽ ഉറച്ചു നിൽപ്പീൻ. കണ്ണുകൾ ഒരു നിമിഷം കൂടെ മൂടാം. അൻപുള്ള യേശു സാമി, അങ്ങേ നമ്പിയും പിള്ളകൾ വന്നിരിക്കുന്നത് ആണ്ടവരൻ വല്ലമൈ இந்த பிரபாத வேளையில் ஆலயத்துக்குள்ள வியாபரிக்கട്ടെ. വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറട്ടെ. ദുഃഖത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ ദുഃഖങ്ങൾ മാറട്ടെ. വ്യാധികളോട് വന്നവർ ഇന്ന് പകൽ വിടുതൽ ഏറ്റെടുത്ത് പോകുവാൻ അപ്പച്ചൻ്റെ വല്ലമൈ ഇന്ന് പകലത്തെ ആരാധനയിൽ കൂടെ ഇരിക്കണം. ഇത് മീഡിയയിൽ ലോകരാജ്യങ്ങൾ കാണുന്ന കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. വെട്ടുവിളയിലെ എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടണം. സഭയാം കുഞ്ഞുങ്ങളെല്ലാം ദൈവം കാക്കണം. പിതാവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനവധി പേർ കോളേജുകളിലും പഠിക്കാൻ പോയിരിക്കുന്ന അവരെ അനുഗ്രഹിക്കണം. കൂലിവേല ചെയ്യുന്ന കുഞ്ഞുങ്ങൾ രാവിലെ പോയിരിക്കുന്ന അവരെ അനുഗ്രഹിക്കണം. വെളിനാട്ടിലുള്ള വേല പാക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഇന്ന് പ്രഭാതത്തിൽ അനുഗ്രഹിക്കണം. ഒരു പ്രാവശ്യം ഇന്ന് ചർച്ചക്കുള്ള വന്ന അപ്പനെ മഹിമപ്പെടുത്തിയ എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവ് അനുഗ്രഹിച്ചാട്ട്. ഇത് മേടയ്ക്കുള്ള വന്ന് പാട്ടുപാടി ആശീർവാദ വസനത്തെ കൊടുത്ത അൻപാന ഊളിയക്കാർ, അവരെ ഓർത്ത് ഞങ്ങൾ ഇന്ന് കാലയിൽ പ്രാർത്ഥിക്കുന്നു. അവരെയും ദൈവം കാക്കണം. വൈകിട്ടത്തെ നാളത്തെ യോഗം തിരുക്കരങ്ങൾ തരുന്നു. കർത്താവ് കാത്തുകൊള്ളണം. പ്രഭാതത്തിൽ ചില മിനിറ്റുകൾ വചനവുമായി എളിയവൻ നിൽക്കുന്നു. വചനത്തിൻ്റെതായ പൊരുളുകൾ തിരിക്കണം. ഞങ്ങളുടെ പേര് വരരുത്, ഞങ്ങളുടെ പ്രശസ്തി വരരുത്. കൽവാരി സിൽവയിലെ അവസാന തുള്ളി രക്തവും ആട്ടുംകുട്ടിയും രക്തത്തിൻ്റെ വിലയായി ഇന്ന് രാത്രി ഇന്ന് പകലിൽ വചനം കേട്ട് ആ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങളെ ദൈവം ബലപ്പെടുത്തും. ശബ്ദം വെളിച്ചം കടന്നു വന്ന മക്കൾ, വാഹനങ്ങൾ, കുടുംബങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. പ്രാർത്ഥന മാനിക്ക് മഹത്വം പുകഴ്ചയും അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമേൻ. കരത്ത ഉയർത്തി ഒരു ഹല്ലേലൂയ ചൊന്ന മതി. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. ഇന്നലെ രാത്രിയിലും വളരെ ഉത്സാഹത്തോടെ നിങ്ങൾ ഹല്ലേലൂയ പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി സമാധാനത്തോടെ നമ്മൾ ചിന്തിച്ചു പോകും. ഒരു ബൈബിൾ ക്ലാസ്സിലിരിക്കുന്നത് പോലെ സത്യവചനം കേട്ട് നിങ്ങൾ ബൈബിൾ തുറന്ന് വചനത്തെ നോട്ട് ചെയ്ത് മുന്നോട്ട് പോകാം. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു 4 സുവിശേഷങ്ങൾ ബൈബിളിനകത്ത്: മത്തായി സുവിശേഷം, മർക്കോസ് സുവിശേഷം, ലൂക്കോസ് സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷം, മത്തായി സുവിശേഷം, യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം, അത് കഴിഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ മശിഹാത്വം, മർക്കോസ് സുവിശേഷം യേശുക്രിസ്തുവിൻ്റെ ദാസത്വം, ലൂക്കോസിൻ്റെ സുവിശേഷമാ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം. ആ മനുഷ്യത്വത്തെ പറ്റി വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് ഇന്ന് പ്രഭാതത്തിൽ കുഞ്ഞു വായിച്ച് ലൂക്കോസ് 17. ഇന്നലെ രാത്രി നാം തൊട്ടുവച്ചത് യേശുക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണം. എല്ലാ മക്കളും ശ്രദ്ധയോടെ യേശുക്രിസ്തുവിൻ്റെ 3 പ്രഭാഷണങ്ങളാണ് വിശുദ്ധ ബൈബിളിൽ മേജർ പ്രഭാഷണങ്ങൾ. ഒന്ന് അവൻ്റെ ഗിരിപ്രഭാഷണം, അത് മത്തായി 7, 8. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ആദർശധീരനായ ബാപ്പുജി അദ്ദേഹം ഒരു പുസ്തകം എഴുതി, എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ. അതിനകത്ത് അദ്ദേഹം ഇങ്ങനെ ഒരു വാക്കെഴുതി: എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണങ്ങളാണ്. അതിലാ അദ്ദേഹം ശാന്തി സമാധാനവും വിഭാവനം ചെയ്തത്. മഹാത്മാഗാന്ധി ബൈബിള് വായിച്ചെന്ന്. അപ്പം നമുക്ക് സന്തോഷമില്ലല്ലോ, സ്തോത്രം. ഇപ്പം നമ്മളാരും ബൈബിള് വായിക്കുന്ന പരിപാടിയില്ല, സ്തോത്രം. പണ്ട് TPMലെ ദി പെന്തക്കോസ്റ്റ് മിഷനിൽ ഒരു അപ്പച്ചൻ എന്നോടൊരു കാര്യം പറഞ്ഞു. ഒരു ചെറിയ കാര്യമാണ്. അപ്പച്ചൻ ഒരു വീട്ടിൽ ചെന്നപ്പം ഈ ബൈബിള് ഷോക്കേസിനകത്തിരിക്കുന്നു. ബൈബിളിനകത്ത് ഒരുപാട് തുണ്ടുകൾ, ഞങ്ങളിങ്ങനെ ഉപദേശിമാർ എഴുതുന്ന പോലെ നിറയെ തുണ്ടുകളിരിക്കുന്നു. അപ്പച്ചൻ ആ വീട്ടിൽ ചെന്നപ്പോൾ സന്തോഷം തോന്നി. അപ്പച്ചൻ അവിടുത്തെ അച്ഛനോടും അമ്മാമ്മയോടും ചോദിച്ച്, എന്നാലും
നിങ്ങൾ കേൾക്കുന്ന വാക്യങ്ങളെല്ലാം ബൈബിൾ ഇതാണ്ട് അവിടെ ഇരിക്കുന്ന ഇത്രയും തുണ്ടായിട്ട് വെച്ചിരിക്കുന്നത്. അതിലെനിക്ക് ഭയങ്കര സന്തോഷമൊന്ന്. അന്നേരം വീട്ടിൽ അച്ചായൻ പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ അത് ബൈബിളിലെ വാക്യമല്ല, കറണ്ട് ബില്ല്, ഫോൺ ബില്ല്, ബാക്കി കാര്യങ്ങളെല്ലാം ഇതിനകത്താണ് വെച്ചിരിക്കുന്നത്. ഇതിൽ വെച്ചിരുന്ന വളരെ സേഫ്, ആരും എടുത്തുകൊണ്ട് പോകത്തില്ല. അന്ത മാതിരി തമിഴ് മക്കളാകരുത്. ഒരു TPM അരുമയാൻ അപ്പച്ചനോട് പേശ് ചെയ്ത ഒരിക്കൽ ബൈബിളിനകത്തുള്ള തുണ്ടുകൾ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇന്ന് പ്രഭാതത്തിൽ വിശുദ്ധ ബൈബിളിനകത്ത് പല സൂക്തങ്ങളും പലരും വായിക്കുന്നവരാം. ആർഷഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത മഹാത്മജി ബൈബിളിൻ്റെ ഗിരിപ്രഭാഷണം വായിച്ചു. രണ്ടാമത്തെ പ്രഭാഷണമാം മാളികമുറി പ്രഭാഷണം. നിങ്ങളിതെല്ലാം മനസ്സിലാക്കണം. മാളികമുറി യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ തലേന്ന് ശിഷ്യന്മാരോട് യേശു സംവദിക്കുന്നതാ മാളികമുറി പ്രഭാഷണം. അവസാന രാത്രി നാം അത് ചിന്തിക്കും. അതിനകത്ത് ഇങ്ങനെ ഒരു ഭാഗം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പി, എന്നിലും വിശ്വസിപ്പി. എൻ പിതാവ് വീട്ടിക്കുള്ള അപ്പാ വീട്ടിക്കുള്ള കൊട്ടാരം ഇരിക്കുന്നത്, ഞാൻ പോയി വീടേ പണിത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നാം മടങ്ങി വന്ന് ഉങ്ങളെ എൻ പക്കവയെ ചേർത്തുകൊള്ളും. അതാ യോഹന്നാൻ 14:1-2-3 രണ്ടാമത്തെ പ്രഭാഷണം. 3 ബൈബിളിലെ ഏക രാഷ്ട്രീയ പ്രവചന പ്രഭാഷണമാണ് മൗണ്ടൻ ഓഫ് ഒലിവ് എസ്കറ്റോളജി. അതാ ഇന്നലെ രാത്രി തൊട്ടുവെച്ചത്. അത് 3 ഭാഗങ്ങളായിട്ടാണ്. മത്തായി 24, മർക്കോസ് 13, അത് കഴിഞ്ഞ് ലൂക്കോസ് 17, 21. ഇത് 3 4 ഭാഗങ്ങൾ ഒലിവുമല പ്രഭാഷണത്തോടുള്ള ബന്ധത്തിൽ, അഥവാ യേശുക്രിസ്തുവിൻ്റെ ഓശാന പെരുന്നാളിൽ അന്ത്യദിനങ്ങളിൽ ഒലിവുമലയിൽ ശിഷ്യന്മാരോട് സംവദിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ച ചോദ്യം ഇന്നലെ രാത്രി വായിച്ചു. മത്തായി 24:3-4-5. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിൻ്റെ വരവിനും ലോകത്തിൻ്റെ അവസാനത്തിനും അടയാളം. യേശു ഉത്തരം പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. മത്തായി 24:32-33-34. അത്തിയെ നോക്കി ഒരു മമ്മ പഠിപ്പയും അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവനടുക്ക വാതിൽക്കൽ. അതാ നമ്മുടെ ഈ കൺവെൻഷൻ്റെ പ്രഭാഷണം. ഇന്നലെ 3 ഭാഗം അവനടുക്ക വാതിൽക്കൽ. 1 അവൻ്റെ നിയമം, 2 അവൻ്റെ ക്യാമറ, 3 അവൻ്റെ ശബ്ദ സംവിധാനം. ഇന്നലെ ഇത് രാത്രി ചിന്തിച്ചത്. ഇന്ന് രാത്രി മുതൽ ഇസ്രായേലിനെ പറ്റിയായിരിക്കും, എതിർ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമായിരിക്കും ചിന്തിക്കുന്നത്. അവനടുക്ക വാതിൽക്കൽ. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിലെ ദൂതന്മാർക്കോ അറിയത്തില്ല. ഇനി അടുത്തതാ അതിനകത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് മത്തായിൽ. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ യേശുക്രിസ്തുവിൻ്റെ വരവിലും, ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ യേശുക്രിസ്തുവിൻ്റെ വരവിലും അതായിരിക്കും എന്ന് പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത്. അതിനാസ്പദമായി യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാഷണമാണ് ഒലിവുമല. മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 17, ലൂക്കോസിൻ്റെ 21 ഇതിനോടനുബന്ധിച്ച് ഒലിവുമല പ്രഭാഷണത്തിൻ്റെ ചാലുകളാണ് അതിൽ രേഖപ്പെടുത്തിയത്. ഈ തിരുവചനത്തിൽ അനവധി എഴുത്തുകാരുണ്ട്. പുതിയ നിയമത്തിൽ മത്തായി ഒരു എഴുത്തുകാരൻ, മർക്കോസ് ഒരു എഴുത്തുകാരൻ. അതിനുശേഷം ലൂക്കോസ് യഹൂദനല്ലായിരുന്നു, ഒരു വൈദ്യനായിരുന്നു. ലൂക്കോസ് 2 ഭാഗം എഴുതി. 1 എഴുതി ലൂക്കോസിൻ്റെ സുവിശേഷം, 2 അപ്പോസ്തല പ്രവൃത്തികൾ, സഭയുടെ ചരിത്രം എഴുതിയ ലൂക്കോസാണ്. ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത 1151 വാക്യങ്ങളാണ് ലൂക്കോസിൻ്റെ സുവിശേഷം മുഴുവനായി. 24 അധ്യായങ്ങൾ മാത്രമേ ലൂക്കോസിൻ്റെ സുവിശേഷത്തിനകത്തുള്ളൂ. ഇന്ന് പ്രഭാതത്തിൽ കുഞ്ഞു വായിച്ചത് യേശുക്രിസ്തുവിൻ്റെ വരവിലെടുക്കപ്പെടേണ്ട മണവാട്ടിയുടെ യോഗ്യത. ദ ഡേ ഓഫ് ലോർഡ്, കർത്താവിൻ്റെ ദിവസം എങ്ങനെ വരും? കള്ളനെ പോലെ വരും. ആ ദിവസം ആർ എടുക്കപ്പെടും? അതിൻ്റെ യോഗ്യതയായിരിക്കും ഈ പ്രഭാതത്തിൽ ചിന്തിക്കുന്നതും. അതിനാസ്പദമായി യേശു ഉത്തരം പറഞ്ഞു, ഞങ്ങളല്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 17, 26, 27 ബൈബിൾ നിങ്ങൾ കൂടെ വെക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വചന പഠനം പോലെ നമുക്ക് മുൻപോട്ട് പോകാം. ലൂക്കോസിൻ്റെ സുവിശേഷം 17, 26, 27 വാക്യങ്ങൾ വായിച്ചിട്ട് കുഞ്ഞേ. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. നാഥന്റെ വരവിന്റെ ലക്ഷണങ്ങൾ നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിലും. അടുത്തത്, നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ, നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചു, വിവാഹം കഴിച്ചും, വിവാഹത്തിന് കൊടുത്തും പോന്നു. വിവാഹത്തിന് കൊടുത്തും വന്നു. ജലപ്രളയം വന്ന്, വായിച്ചിട്ട് മക്കളെ, അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ജലപ്രളയം വന്ന് അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിലും അവണ്ണം തന്നെ ബൈബിൾ. ഇനി ശ്രദ്ധയോടെ, എന്താ നോഹയുടെ കാലം? ഇന്ന് നമ്മുടെ പാറശാല വിട്ടിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ചൂടാലായാലും ഊരമ്പിലായാലും ഒരുപക്ഷെ ഇപ്പുറത്ത് ഇവിടെ കൊല്ലമ്പോടായാലും ആൾക്കാർ പറയും നോഹയുടെ കാലം, ലോത്തിൻ്റെ കാലം, നോഹയുടെ കാലം, ലോത്തിൻ്റെ കാലം.
അവിടെ കൊണ്ട് പരിപാടി അങ്ങ് നിർത്തും, ബാക്കി പറയത്തില്ല. എന്താ നോഹയുടെ കാലം? ദൈവം ഭൂമിയെ ന്യായം വിധിക്കുവാനുള്ള കാരണം. ഇനി അങ്ങോട്ട് ശ്രദ്ധയോടെ. ഇന്നലെ ഞാൻ പറഞ്ഞു, ഉൽപ്പത്തി 1 പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി. ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവും ഇരുൾ ഭൂതലത്തിൽ വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. അതിന് വിളിക്കുന്ന പേരാ കാസ്മോസ്, അല്ലെങ്കിൽ പ്രപഞ്ചം, അല്ലെങ്കിൽ യൂണിവേഴ്സ്, അല്ലെങ്കിൽ ഒന്നാം ലോകം. രണ്ടാമത്തെ അധ്യായത്തിലേക്ക് മനുഷ്യൻ്റെ സൃഷ്ടി. മനുഷ്യനെ എവിടുന്ന് സൃഷ്ടിച്ചു? പലരും പറയുന്നത് കുരങ്ങ പരിണമിച്ചതാ മനുഷ്യനായത്, ചിലത് പറയുന്നത് ചിമ്പാൻസി പരിണമിച്ചതാ മനുഷ്യനായത്. അങ്ങനൊന്നുമല്ല. ഇവിടുത്തെ ദൈവമക്കൾ 39 വർഷമായി അരുമயான ആലയത്തിൽ വചനത്തെ പഠിക്കുന്ന അരുമயான ദൈവപിള്ളകൾ അറിയണം. എവിടാ ബൈബിളും വിജ്ഞാനവും? മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇന്ന് സുന്ദരമായിട്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട്, ഇറാഖിൻ്റെ വടക്കേറ്റം. ആ നദിയുടെ പേരാ യൂഫ്രട്ടീസ് ടൈഗ്രീസ്. അതിൻ്റെ അപ്പുറത്ത് 2 മണ്ണ, ഒന്ന് ആഫ്രിക്കയുടെ എത്യോപ്യ, ഒന്ന് തുർക്കി. എത്യോപ്യയിൽ നിന്ന് 6 ഘടകം സ്വർഗത്തിലെ ദൈവം എടുത്തു. സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശാസം. 7ാമത്തെ ഘടകം ഭൂമിയിൽ നിന്നെടുത്തു. നിലത്ത പൊടിയിൽ നിന്ന് മനുഷ്യനെ ദൈവം മെനഞ്ഞു. കുരങ്ങല്ല, ചിമ്പാൻസി അല്ല. ഉൽപ്പത്തി പുസ്തകം 2:17 നിലത്ത പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു. ബൈബിൾ പറഞ്ഞുതരാം. ഈ മണ്ണിനകത്ത് നിന്നല്ല മനുഷ്യനെ മെനഞ്ഞത്. മണ്ണിനകത്ത് 97 മൂലകമുണ്ട്. ഈ തോവാളയിലോ അത് കഴിഞ്ഞിട്ട് കരിങ്കല്ലോ പോയി കട്ടിപ്പാറ എടുത്ത് മനുഷ്യനെ മെനഞ്ഞാൽ ആകൃതിയും കിട്ടത്തില്ല, രൂപവും കിട്ടത്തില്ല, പാറയുടെ കണക്കിരിക്കും. അതുകൊണ്ട് ഇത് ഫിൽട്രേറ്റ് ചെയ്യും. ആ ഫിൽട്രേറ്റ് ചെയ്തതാ മണ്ണ്. ഫിൽട്രേറ്റ് ചെയ്താൽ പൊടി കിട്ടും. അതിനകത്ത് 17 മൂലകമേ ഉള്ളൂ. അതിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞത്. അതുകൊണ്ട് ഉൽപ്പത്തി 2:17 നിലത്ത പൊടിയിൽ നിന്ന് ദൈവം മനുഷ്യനെ മെനഞ്ഞു. ഇയ്യോബ് 19:25 എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കും. ദാനിയേൽ 12:2 നിലത്ത പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ ചിലർ നിത്യജീവനായും ചിലർ നിത്യലജ്ജയ്ക്കായി എഴുന്നേക്കും. സങ്കീർത്തനം 90 ഒരു വീട്ടിലും വായിക്കാത്തൊരു സങ്കീർത്തനം. മോശ അഹരോന്റെ മരണം കാണുമ്പോൾ സങ്കീർത്തന ഭാഗം എഴുതുന്നു. പിന്നെ എന്താ സങ്കീർത്തന ഭാഗം? പിന്നെ അഹരോന്റെ മരണം കാണുമ്പോൾ മോശ എഴുതുന്നു, നീ അനാദിയായും ശാശ്വതമായി ഞങ്ങളുടെ ദൈവം, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അരുളപ്പാട് ചെയ്യുന്ന ദൈവം. മനുഷ്യനെ മണ്ണിലേക്കല്ല മോശ പറയുന്നത്, മർത്യനെ പൊടിയിലേക്ക് മടക്കി ചേരുമാറാക്കുന്ന ദൈവം. അവിടം വരെ ഞങ്ങളുടെ ഊളിയക്കാർ വായിക്കത്തുള്ളൂ. അതിന് കീഴെ ഒരു വാക്യം ഇരിക്കുന്നു, ആർക്കും ഇഷ്ടമല്ല. ഞങ്ങളുടെ ആയുഷ്കാലം 70, ഏറെയായാൽ 80. ആ വാക്യം വരുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ഊളിയക്കാർ ഞങ്ങളുടെ ഭാര്യമാർക്ക് കൊടുക്കും. ബാക്കി വേണേ അവർ വായിച്ചോണം. അതിൻ്റെ അർത്ഥം നീ പോയാലും കുഴപ്പമില്ല, ഞങ്ങൾ വേറെ കല്യാണം കഴിച്ചോളാം. സ്വോത്രം. ഒറ്റ പാസ്റ്റർമാർ അച്ഛന്മാർ വായിക്കാത്ത വാക്യം ഞങ്ങളുടെ ആയുഷ്കാലം 70, ഏറെയായാൽ 80. അങ്ങനെയെങ്കിൽ മർത്യനെ പൊടിയിലേക്ക് മടക്കി ചേരുമാറാക്കുന്ന ദൈവം. ബേസിക് സയൻസ് ഇവിടെ. എത്യോപ്യയുടെ മണ്ണിനകത്ത് സാദൃശ്യത്തിലും സ്വരൂപത്തിലും തേജസ്സിലും ബഹുമാനത്തിലും അധികാരത്തിലും ജീവശാസ്ത്രത്തിലും പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞപ്പോൾ ശിഷ്ടാവായ ദൈവം താഴേക്ക് ഇറങ്ങി വന്നു. ആദമിന്റെ മൂക്കിനകത്ത് ജീവശ്വാസം ഊതിയപ്പോൾ അവന്റെ ഹൃദയത്തിന്റെ അറകൾ തുറക്കുവാൻ തുടങ്ങി. അവന്റെ കാറ്റിന്റെ പമ്പിങ് ക്ലിയറായി. കാല് മുതൽ തല വരെ രക്തം ഓടുവാൻ തുടങ്ങി. അവന്റെ ലങ്സിന്റെ പ്രവർത്തനം ക്ലിയറായി. അവന്റെ മുടി അനങ്ങുവാൻ തുടങ്ങി. അവന്റെ പുരികം ചലിക്കുവാൻ തുടങ്ങി. അവന്റെ കാതുകൾ തുറക്കുവാൻ തുടങ്ങിയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ പറയണം, കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റവനാ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം. അതുകൊണ്ടാണ് ഞങ്ങൾ ചങ്കേരി സ്റ്റേജിനകത്ത് പറയുന്നത്, അവൻ സൃഷ്ടാവായ ദൈവം. സ്വോത്രം. അതുകൊണ്ട് ഈ ദൈവത്തെ ചോട്ടാ മോട്ടാ ദൈവം എന്നല്ല വിളിക്കുന്നത്, ഞങ്ങൾ വിളിക്കുന്ന മഹാദൈവം. കരമുയർത്തുന്നവർക്കായി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. ആദമന്റെ മൂക്കിനകത്ത് ജീവശ്വാസം ഊതിയപ്പോൾ അവന്റെ കാലുകളും കണ്ണുകളും ഹൃദയത്തിന്റെ അറകളും ചലിച്ചുവെങ്കിൽ இந்த കൺവെൻഷൻ കൂട്ടങ്ങളെ 2ാമത് കാலை നേരത്ത് இந்த ചർച്ചക്കുള്ളിരിക്കുന്ന മാതാവേ പിതാവേ, നീ ആത്മാവിൽ ആരാധിച്ചാൽ, ദൈവസന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, അവന്റെ ശ്വാസം നിന്റെ ശരീരത്തിനകത്ത് ഇറങ്ങിയ നിന്റെ ശരീരത്തിന്റെ അവസ്ഥകളെ മാറ്റി ആദമനെ എഴുന്നേൽപ്പിച്ച് ദൈവകരത്തിന്റെ വല്ലഭത്വം നിന്റെ മേൽ വ്യാപരിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ആദ്യത്തെ ശ്വാസം കൊടുത്തത് പാറശാല SP അല്ല, നെയ്യൂരിലെ ഹോസ്പിറ്റലല്ല, അതല്ലെങ്കിൽ നെയ്യാറ്റിൻകര റോളൻസ് അല്ല, അല്ലെങ്കിൽ കിംസും നിംസും അല്ല. സർവശക്തന്റെ ജീവശ്വാസം ആദമന്റെ മൂക്കിനകത്തിറങ്ങിയപ്പോൾ അവന്റെ കാല് മുതൽ ഊച്ചി മുതൽ ഉള്ളങ്കാൽ വരെ ചലിച്ചെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് പറയാം, കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റവനാ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം. അതുകൊണ്ടാണ് ഈ ദൈവത്തെ മഹാദൈവം എന്നൊരിക്കൽ കൂടെ പറയുന്ന. സ്തോത്രം. ആദമിന് തക്ക തുണയായി ആദമിന്റെ വാരിയലിൽ നിന്നൊരു സഹോദരിയെ മെനഞ്ഞു. ആ ഒരു ഭാഗം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഭാഗം ആദമിന് ഗാഠനിദ്ര വരുത്തി ഒരു സഹോദരിയെ മെനഞ്ഞു. ആ സഹോദരിയുടെ പേര് ഹൗവ.
ഇനി ഇവിടെ അപ്പച്ചന്മാരും അമ്മച്ചന്മാരും ഊളിയൊക്കെ അറിയിക്കുന്നത് 1975 വരെ ഈ നാടൻ ഭാഷ ഇവിടെ എല്ലാം ഓപ്പറേഷൻ തരുന്നത് അനസ്തേഷ്യ ഒന്നുമല്ല, മയക്ക് ഗുളിക. അത് തരും. ചില നല്ല ആരോഗ്യമുള്ളവർ ഈ ഗുളിക കൊടുത്താലും ഇടയ്ക്ക് ചലിച്ചുകൊണ്ടിരിക്കും. അന്നത്തെ കാലത്ത് ഒരു പാർട്ടി ഉണ്ടായിരുന്നു, ഇപ്പോൾ അവരൊക്കെ മാറി. കമ്പൗണ്ടർ എന്നാണ് അവൻ്റെ പേര്. ഡോക്ടർ ഉടയ്ക്കുന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു, കമ്പൗണ്ടർ. ഈ കമ്പൗണ്ടർ കൈയും കാലും ചലിക്കുമ്പോൾ ഡോക്ടർക്ക് ഹെൽപ്പ് ചെയ്ത് പിടിച്ചേക്കുന്നത്. ഇപ്പം മെയിൽ നേഴ്സും ഫീമെയിൽ നേഴ്സും ഒക്കെ ആയതുകൊണ്ട് കമ്പൗണ്ടർ പോസ്റ്റ് പോയി നമ്മുടെ ആശുപത്രിയിൽ നിന്ന്. പണ്ട് കമ്പൗണ്ടർ എന്നാണ് പറയുന്നത്, സ്വോത്രം. അപ്പോൾ ഇത് കണ്ട് 1975 വരെ. അപ്പോൾ ഒരു യഹൂദ ശാസ്ത്രജ്ഞൻ അവനിങ്ങനെ ബൈബിൾ വായിച്ചപ്പോൾ ആദമിന് ഗാഢനിദ്ര വരുത്തി. അവൻ്റെ ചിന്ത അങ്ങനെ പോയി, മനുഷ്യൻ ഉറങ്ങാതിരിക്കാൻ മനുഷ്യനെ ഉറക്കാൻ എന്ത് മരുന്ന് കിട്ടും? അപ്പോൾ അവൻ ആദ്യമായി ഒരു സാധനം കണ്ടുപിടിച്ചു. അവൻ്റെ പേരാ ക്ലോറോഫോം. അവൻ കണ്ടുപിടിച്ചതാ യഹൂദ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ജെയിംസ് സിംസൺ. കാലം മുമ്പോട്ട് പോയി അവൻ്റെ മൂത്ത ചേട്ടനെയും കണ്ടുപിടിച്ചു, കറിയാച്ചാൻ്റെ ചേട്ടൻ അവറാച്ചാൻ. അവൻ്റെ പേരാ ഇന്നത്തെ അനസ്തേഷ്യ, കരമുയർത്തുന്നവർക്കായി. ഇത് വന്നത് ബൈബിളിനകത്ത്. കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നോട്ട് ചെയ്യാൻ ഡോക്ടർ ജെയിംസ് സിംസൺ. അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷങ്ങൾ കാല് തളർന്നുപോയി. അദ്ദേഹത്തെ ഇങ്ങനെ വീൽ ചെയറിലാണ് കൊണ്ടുവന്ന് നോബൽ സമ്മാനം കിട്ടി ആ ശാസ്ത്രജ്ഞന്. ആ സമയത്ത് ഒരു സംഭവം നടന്നു. പത്രക്കാർ മുഴുവൻ ശാസ്ത്രജ്ഞനെ കാണാൻ ചെന്ന്, സാറ് ഭാഗ്യവാന, നോബൽ സമ്മാനം കിട്ടിയില്ലേ, കാല് തളർന്നില്ലെങ്കിൽ ഈ അനസ്തേഷ്യ കണ്ടുപിടിച്ചതുകൊണ്ട്. അദ്ദേഹം കരമുയർത്തിയിട്ട് പറഞ്ഞു, എനിക്ക് നോബൽ സമ്മാനം കിട്ടിയതിലല്ല ഞാൻ സന്തോഷിക്കുന്നത്, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിച്ചു, അതാണ് എൻ്റെ സന്തോഷം. വിജ്ഞാനത്തെ കേൾക്കുന്നവർക്ക് പിള്ളകൾക്കായി. അതുകൊണ്ട് ഡോക്ടർ ജെയിംസ് സിംസൺ അനസ്തേഷ്യ കണ്ടുപിടിച്ചത്. അതാ ഇന്നത്തെ നമ്മൾ ഒരു സർജറിക്ക് ചെല്ലുമ്പോൾ ഡോക്ടർ നേരെ കത്തിയും കൂടിൽ ഓടിക്കുകയല്ല, നമ്മളെ ഒരു ത്രാസിനകത്ത് കയറ്റി അനസ്തേഷ്യയുടെ സർട്ടിഫിക്കറ്റ് മേടിച്ചെങ്കിൽ അത് കൃത്യമായിട്ട് പമ്പ് ചെയ്യും. ഇത്ര സമയം നമ്മൾ അബോധാവസ്ഥയിൽ കിടക്കണം. ആ കാലമല്ലേ ഇന്നത്തെ അനസ്തേഷ്യ? അതല്ലേ പണ്ടത്തെ കാലത്ത് ഇവിടെ അമ്മച്ചിരിക്കുന്നു, അച്ചായന്തോ ഇവിടെ ഇരിക്കുന്നു, പല്ലെടുക്കാൻ പോവും. നിങ്ങൾ പാറശാലയിൽ പല്ലെടുക്കാൻ പോയാൽ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് ചെന്നാൽ ചിലപ്പോൾ ഒരു ഗുളിക തരും, അല്ലെ മോണയ്ക്കകത്തൊരു ഇഞ്ചക്ഷൻ വെക്കും. ഈ കട്ടിയുള്ള പല്ലെടുക്കാനാണ്. നല്ല ബലമുള്ള അച്ചായന്മാരൊന്നും ഇഞ്ചക്ഷന് വാങ്ങത്തില്ല. അപ്പം കമ്പൗണ്ടറും നേഴ്സ് ഡോക്ടറുടെ കൊടിൽ വെച്ച് ഒറ്റ പിടിയ പാത്രത്തിനകത്ത് പൈപ്പും ചോര് എല്ലാം കൂടെ വരും, പല്ലു അതിനകത്ത് വീഴും. ഇന്ന് നിങ്ങൾ പാറശാല നമ്മുടെ ജംഗ്ഷൻ SP പല്ലെടുക്കാൻ പോയാൽ നല്ല കറങ്ങുന്ന ഒരു കസേര ദൈവദാസന്മാരിക്കുന്നതിൽ ഇരുത്തും. പെൺകുട്ടി വന്ന് കയ്യൊക്കെ നോക്ക്, തല നോക്ക്, എന്നിട്ടൊരു ഇയർഫോണും വെച്ചേക്ക്. രാജാ കയ്യ വെച്ച ഒരു പാട്ട് നിങ്ങളുടെ തലയിൽ തരും. പെൺകുട്ടി താണ്ടി ഇവിടെ ഒരു ചെറിയ പിന്നിനകത്ത് ഒരു ഇഞ്ചക്ഷൻ വെക്കും. മോണെ നമ്മളറിയത്തില്ല. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ തലയിച്ച് രാജാ കയ്യവച്ച കേട്ടോണ്ടിരിക്കും. പല്ല് ഡോക്ടർ എടുത്ത് പ്ലേറ്റിനകത്ത് വെച്ചിട്ട് പഞ്ഞിയും വെച്ചതിന് ശേഷം നമ്മളറിയുന്ന പല്ല് പോയവർ. ഇവൻ്റെ പേര് അനസ്തേഷ്യ. കണ്ടുപിടിച്ചത് ബൈബിളിൽ നിന്ന് ഗാഢനിദ്ര. ബൈബിൾ എത്ര സയൻറ്റിഫിക്കാണ്, നിങ്ങൾ എത്ര ദിവസം നിന്നാലും കേൾക്കത്തില്ല. കേൾക്കുമ്പോൾ അത്രയും വലിയ സയൻറ്റിഫിക്കാണ് ബൈബിളിൻ്റെ ഇക്വേഷൻസ്. അങ്ങനെയെങ്കിൽ ആ ഹവ്വായെ എവിടെ കൊണ്ടുവന്നു? ആദമ്യ കുടുംബം അവരെ രണ്ടുപേരെയും ഉണ്ടാക്കിയത് എത്യോപ്യയിലാണ്. അവരെ വാഴുവാൻ കൊണ്ടുവന്ന സ്ഥലമാ ഏദൻ. ഏദനിനകത്ത് സ്വർഗത്തിലെ ദൈവത്താൽ ആദ്യത്തെ കുടുംബജീവിതം അടക്കി വാഴുക, പെറ്റുപെരുക, സന്താനപുഷ്ടിയുള്ളവരാകുക, നിത്യം ദൈവത്തെ ആരാധിക്കുക. ബൈബിളിൽ ദൈവം കുടുംബത്തിന് വെച്ച ആയുസ് 1 ദിവസം സമം 1000 സംവത്സരം. ഒരു മനുഷ്യൻ്റെ ആയുസ് 1000 സംവത്സരം. എല്ലാവരും കേൾക്കണോ? 1 ദിവസം ആയുസ്. 5-6 കാര്യം പറഞ്ഞു. 7ാമത്, തോട്ടത്തിൻ്റെ നടുവിലൊരു വൃക്ഷമുണ്ട്, അത് നന്മയുടെയും തിന്മയുടെയും ഫലമാണ്. ആരായിരുന്നു ഈ വൃക്ഷത്തിൻ്റെ ദാതാവ്? അവൻ്റെ പേരാ ലൂസിഫർ. ആരായിരുന്നു? സ്വർഗത്തിലെ ആരാധനാ സംഘത്തിൻ്റെ ലീഡറായിരുന്നു ലൂസിഫർ. ലൂസി പ്രകാശം, ഫർ രശ്മി. അവൻ ദൈവത്തോട് മറുതലിച്ചു. യെശയ്യാ പ്രവചനം അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ മേലോട്ട് കയറും, നിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. അത്യുന്നതനായ ദൈവത്തോട് മറുതലിച്ചപ്പോൾ അവനെ ദൈവം വെട്ടിക്കളഞ്ഞു. യെശയ്യാ പ്രവചനം 14 വീണ്ടും, അരുണോദയ പുത്രനായ ശുക്രാ, നീ വെട്ടേറ്റു വീണതെങ്ങനെ? അതുകൊണ്ട് ആ ദൂതൻ വിട്ടേറ്റു വീണു. അതുകൊണ്ട് നമ്മളൊരു പാട്ട് പാടും, ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിപ്പാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. കണ്ടോ എത്ര ക്ലിയർ? ആ തേജസ് നഷ്ടപ്പെട്ട ദൂതൻ പിശാചായി മാറിയ സത്താൻ. അപ്പോൾ ദൈവം ഒരു ടോർപ്പിട വെച്ച് ഇത് തുടരുത്, നോക്കരുത്. ആദ്യം ഈ ആദമിനെ പിശാച് വാട്സപ്പൊക്കെ അടിച്ച് മെസ്സഞ്ചറൊക്കെ കൊടുത്തു. ഈ ആദമിൻ്റെ ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ ദൈവകൃപ ഇറങ്ങിയത് കൊണ്ട് അവൻ ഈ ട്രാപ്പിൽ വീണില്ല. അപ്പം പിശാചിനും പിടിയിട്ട് ഈ അച്ചായും വീഴത്തില്ല. പിന്നൊരു പോമഴിയുള്ളു,
അമ്മാമ്മയ്ക്ക് മെസ്സേജ് കൊടുക്കാം. ആദം കൊല്ലങ്കോട് നിന്ന് പനച്ചിമൂട് ചന്തയിൽ പോയപ്പോൾ ഈ സാത്താൻ എവിടുന്നോ അമ്മാമ്മയുടെ വാട്സപ്പ് നമ്പർ കൈക്കലാക്കി. എന്നിട്ട് അമ്മാമ്മയ്ക്ക് മെസ്സേജ് കൊടുത്ത്, ഞങ്ങളുടെ ഊളിയക്കാർ ചൊല്ലുന്ന പോലെ ചർച്ചിക്കുള്ള ബാങ്ക് പുള്ളിയെ കാനഡ വിടാം, അച്ചായന് നല്ല ഹൈബ്രിഡർ വണ്ടി തരാം, നമുക്ക് ഫിഷിംഗ് ബോട്ട് വിഴിഞ്ഞത്ത് തരാം, ഇന്ത മാതിരി നല്ല ഓഫർ കൊടുത്തു. ബാക്കി ഞാൻ പറയാം. അപ്പോൾ അച്ചായൻ പോയ സമയത്ത് അമ്മാമ്മ വിചാരിച്ചു കർത്താവ് പറഞ്ഞ എല്ലാം തെറ്റാ, യവൻ പറയുന്നത് ശരി, ഞാൻ എത്ര വർഷം കൊണ്ട് കുടിലിൽ കിടക്കുന്ന നല്ല എയർ കണ്ടീഷനില്ല, നല്ല സാംസങ് ഫോണില്ല, ആകെ ഒരു ലൊടുക്ക് ഫോണിരിക്കുന്നത്, അതൊക്കെ എല്ലാം തരുവ്. അതുകൊണ്ട് പിന്നെ സാത്താൻ ഭയങ്കര നയബുദ്ധിക്കാരനാവും. അമ്മാമ്മയോട് പറഞ്ഞു മൊത്തവും തിന്നരുത്, പകുതി തിന്നിട്ട് ഫ്രീസറിനകത്ത് വെച്ചിട്ട് പനച്ചു മൂട്ടിന്ന് അച്ചായൻ ചന്തയിൽ നിന്ന് വരുമ്പോൾ ശവനപ്പും ഇതിൻ്റെ പകുതി കൂടെ കൊടുക്കണം. സ്വത്രം. അതുകൊണ്ട് ആ കോരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞ സർപ്പം ഹൗവയ നേരെയല്ല ഉപായത്തിൽ ഇതാ കണ്ടോ. അതുകൊണ്ട് ആ ചായ വളരെ ക്ഷീണിച്ച് 40 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വന്ന് അമ്മമ്മ ആദ്യം തിന്നു. ആ ചായ ഓടി വന്നതിനെ നല്ല ശബനപ്പം കൊടുത്തിട്ട് അച്ചായൻ്റെ അടുത്ത് ഊരമ്പിൽ നിന്ന് കൊണ്ടുവന്ന് നല്ല മധുര ആപ്പിള ഞാൻ തിന്നു. 50 അച്ചായനും കഴിക്കാൻ തിന്നു കഴിഞ്ഞപ്പോഴേ അച്ചായ അറിഞ്ഞ തോട്ടത്തിൻ്റെ നടുവിലെയാണ്. സ്വത്രം. അപ്പോൾ ഒരടി ഉണ്ടാവുകയും ചെയ്തു. 2 എണ്ണത്തിനെ ദൈവം തോട്ടത്തിൽ നിന്ന് പുറത്തായി. ദൈവം കൊടുത്ത ആയുസിനെ ദൈവം മാറ്റി. 1000 സംവത്സരം അത് മാറാൻ പോകുന്നു. ആദ്യ കുടുംബം പാപം ചെയ്തു. 2 കുഞ്ഞുങ്ങൾ. ഉൽപ്പത്തി 3 ഒരു കൊലപാതകം നടത്തുന്നു. പാപം. അതിൻ്റെ പ്രത്യേകത എന്താ? മുൻപോട്ട് വരുമ്പോൾ ആദമയ കുടുംബത്തിൽ 2 കുഞ്ഞുങ്ങൾ, കായീൻ ഹാബേൽ. അവരെ ദൈവം ആരാധനയ്ക്ക് വിളിച്ചു. ആരാധനയ്ക്ക് വിളിച്ചപ്പോൾ കായീൻ കൊണ്ടുവന്നു നിലത്തിനകത്ത് നല്ല മേൽത്തരമായ വിഭവങ്ങൾ. ഹാബേൽ കൊണ്ടുവന്നൊരു കുഞ്ഞാട്. പല സെൻട്രൽ സ്കൂൾ ടീച്ചേഴ്സ് സഭയെ പറയാറുണ്ട്, കായീൻ കൊണ്ടുവന്നത് എലി കടിച്ച കാച്ചിൽ എലി കടിച്ച കപ്പയാണ്. അതൊന്നുമല്ല. സ്വത്രം. എരിമാന്തിയാരെ മരിച്ചീനിയാണ്. കായീൻ കൊണ്ടുവന്നത് മേൽത്തരമായ വിഭവങ്ങൾ ബൈബിളിൽ. പക്ഷേ അതിന് ജീവനില്ല. പക്ഷേ ഹാബേൽ ഒന്നേ കൊണ്ടുവന്നോളൂ, ഒരു കുഞ്ഞാടിനെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നു. കുഞ്ഞാടിന്റെ പ്രത്യേകത, ദൈവസന്നിധിയിൽ വന്നാൽ അത് തുള്ളിച്ചാടി ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കും. ഇന്ന് പകൽ നിന്റെ ആരാധന, നീ ഒന്നേ വെട്ടുവിളെ കൈയടിച്ചോളോ, ദൂട്ടപ്പിശാച് നടുങ്ങണം. ഒന്നേ മുട്ടുമടക്കിയോളോ, സ്വർഗം നിനക്ക് വേണ്ടി തുറക്കണം. ഒന്നേ ദേശത്തിന് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിക്കാമോ. ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാര ശക്തികളെ തകർക്കുക നിന്റെ ആരാധനയ്ക്ക് കഴിയും. സ്വത്രം. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ആരാധനയിൽ ദൈവം പ്രസാദിച്ചു. ഹാബേലിന്റെ ആരാധനയിൽ പ്രസാദിച്ചു. അപ്പോൾ ആദ്യത്തെ സ്വന്തം സഹോദരൻ ആരെ കൊന്നുകളഞ്ഞു? ഹാബേലിനെ കൊന്നുകളഞ്ഞു. കയീൻ ദുഷ്ട മനുഷ്യൻ. ഒരമ്മയുടെ ഉദരത്തിൽ 9 മാസം 9 ദിവസം 9 വിനാഴികയും വളർന്ന ആ ചെറുപ്പക്കാരൻ സ്വന്തം സഹോദരനെ കൊന്നു. സ്വർഗത്തിൻ്റെ ക്യാമറ ഇറങ്ങി. കായിനോട് സ്വർഗം ചോദിച്ചു, നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? ഉടനെ സ്വർഗത്തോട് പറഞ്ഞു, ഞാൻ അവൻ്റെ കാവൽക്കാരനോ. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് അനുതപിക്കാൻ തുടങ്ങി. ഇനി അടുത്ത കാര്യമാണ്. ഉൽപ്പത്തി 6 വരുമ്പോൾ ബൈബിളിൽ ഏറ്റവും കൂടുതൽ ആയുസ് ക്രൈസ്റ്റ് ചർച്ചിലെ കുഞ്ഞുങ്ങൾ എഴുതണം. ആർക്കാ ഏറ്റവും കൂടുതൽ ആയുസ് കിട്ടിയെന്നറിയാമോ? ആദം മുതൽ 7-ാമൻ ഒരുവനുണ്ടായിരുന്നു, ഹാനോക്ക്. ഹാനോക്കിൻ്റെ മകൻ ഒരുവനുണ്ടായിരുന്നു, അവൻ്റെ പേരാ മെതുശലേഹ്. മെതുശലേഹിൻ്റെ പ്രത്യേകത എന്താ? അവൻ ഇവിടെ ഊരമ്പി കൺവെൻഷൻ നടത്തിയിട്ടില്ല, കൊല്ലങ്കോട് മഹോത്സവം നടത്തിയിട്ടില്ല, പാറശാലയും കളിക്കവളയും ട്രാക്ട് കൊടുത്തിട്ടില്ല. പക്ഷെ അപ്പൻ വചനത്തോടു കൂടെ നടന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം തലമുറകളെ അനുഗ്രഹിച്ചു. കരമുയർത്തുന്നവർക്കായി. മെതുശലേഹ ബൈബിളിനകത്ത് 1000 വർഷം ജീവിച്ച ആരുമില്ല. 969 വർഷം ജീവിച്ച ഒരുവനേ ഉള്ളൂ. അവൻ്റെ പേര് മെതുശലേഹ. അവൻ്റെ അപ്പൻ്റെ പേര് ഹാനോക്ക്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അവനെ പിന്നെ കണ്ടില്ല. ദൈവവചനം എടുത്തവൻ്റെ തലമുറകളെ മാനിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഈ ശനിയാഴ്ച രാവിലെ പറയണ, എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. നീ കർത്താവിൻ്റെ നാമത്തിൽ ദൈവവേല ചെയ്ത ഒരു ട്രാക്ട് കൊടുത്താൽ, വഴിയരികത്ത് നിന്ന് പ്രാർത്ഥിച്ചാൽ, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, കർത്തരുടെ മഹിമ നീ തലമുറകളിൽ വെളിപ്പെട്ടു വരും. എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. വചനം മനസ്സിലാകുന്ന കുഞ്ഞുങ്ങൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. 1000 വർഷം ജീവിച്ച ഒരു കുഞ്ഞുങ്ങളും ബൈബിളിലില്ല. 969 സംവത്സരം ഒരുവൻ ജീവിച്ചു. അവൻ്റെ പേരായിരുന്നു മെതുശലേഹ്. അത് കഴിയുമ്പോൾ മെതുശലേഹിൻ്റെ സന്തതിയായി ഒരുവൻ വന്നു, ലാമെക്ക്. ലാമെക്കിൻ്റെ സന്തതിയായി ഒരുവൻ വന്നു, അവൻ്റെ പേര് നോഹ. നോഹ ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും. അങ്ങനെയെങ്കിൽ നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ ദൈവം വെച്ച ആയുസ് ഒരു ദിവസം 1000 സംവത്സരം. വായിച്ച സഹായിക്കുക. ഉൽപ്പത്തി പുസ്തകം 6:1-2 വാക്യങ്ങൾ. ആയുസിനെ ദൈവം മാറ്റി, പ്രളയം വരാൻ പോകുന്നു. ഉൽപ്പത്തി 6:1-2 വാക്യങ്ങൾ. സിസ്റ്റർ വായിച്ച സഹായിച്ചട്ടെ. ഉൽപ്പത്തി 6:1-2 വാക്യങ്ങൾ വായിച്ചട്ടെ. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. അടുത്ത വാക്യം. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ
പുത്രന്മാർ. അയ്യോ, ഫെയ്ത്തോമിൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന, നിങ്ങൾ കേൾക്കാൻ വേണ്ടിയത്, ഫെയ്ത്തോമിൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന കുഞ്ഞുങ്ങൾ വായിച്ചിട്ടുമുള്ള ലോകത്തിന്റെ മനുഷ്യരുടെ പുത്രിമാരെ ആ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് ആ തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ആ ഭാര്യമാരായി എടുത്തു. അതല്ലേ ഇന്നത്തെ കാലം. കുഞ്ഞു വാക്യം മാറ്റല്. രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിക്കത്തില്ല, മാനസാന്തരപ്പെട്ടോ എന്ന് ചോദിക്കത്തില്ല, സ്നാനപ്പെട്ടോ എന്ന് ചോദിക്കത്തില്ല, ബൈബിൾ വായിച്ചോ എന്ന് ചോദിക്കത്തില്ല. കൊള്ളാവുന്ന ബ്യൂട്ടികളെ മുഴുവൻ അങ്ങ് തിരഞ്ഞെടുത്തുന്ന ദൈവത്തിൻ്റെ പുത്രന്മാർ. അതല്ലേ ഇന്നത്തെ കാലം. അതല്ലേ ഇന്നത്തെ കാലം. വല്ലതും പറയാൻ പറ്റൂ? അതാ കല്യാണമില്ലാത്ത കാലം. ഓൺലൈൻ മാരേജ്, ഗൈ മാരേജ്, ലെസ്ബിയൻ മാരേജ്, അറേഞ്ച്ഡ് മാരേജ്, മാട്രിമോണിയൽ മാരേജ്. പറയാൻ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഒരു ഭാഗം എന്നല്ല ഞാൻ പറഞ്ഞത്. സാത്താൻ വരുന്നതിന് മുമ്പിട്ടുള്ള പരിപാടി എന്നല്ല ദാനിയേൽ പറഞ്ഞ് അവൻ ഒരാഴ്ച മട്ടത്തേക്ക് നിയമത്തെ കഠിനമാക്കും. ഇന്നലെ രാത്രി കേട്ടവർക്കായി. അടുത്തത്, ദൈവത്തിൻ്റെ ക്യാമറ ഇറങ്ങി മനുഷ്യൻ്റെ ആയുസ് എത്രയാക്കി. വായിച്ചിട്ട് മോളെ അടുത്ത വാക്യം. മനുഷ്യൻ അവനിൽ എൻ്റെ ആത്മാവ് സദാകാലം. വായിച്ചിട്ട് 36:2 വായിച്ചിട്ട് മോളെ. അപ്പോൾ യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുക. അയ്യോ, അവൻ ശരിയല്ല, സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കത്തില്ല. അടുത്തത്, അവൻ ജഡം തന്നെ. അവന്റെ ആയുസ് എത്രയാക്കി? എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകും. കിടക്കുന്ന ഒറ്റ വെട്ട്. ചെങ്കവിളയിലെ ചിന്നമ്മാമ ബ്ലൗസിന്റെ കൈ വെട്ടിയോലെ സ്വർഗത്തിലെ ദൈവം ഒറ്റ വെട്ട് 120. 1800 പോലും ആക്കില്ല. 120 കിടക്കുന്നു. അതായി കല്യാണമില്ലാത്ത കാലം. അതുകൊണ്ട് സ്വർഗം വെച്ച കാർമ്മികമായ നിയമ കല്യാണം. മനുഷ്യൻ ഏകനായിരിക്കുന്ന നിന്നല്ല. പല വിവാഹ ശുശ്രൂഷകളിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്. 3 കല്യാണത്തെ പറ്റി. 1 ആദമ്യ കുടുംബത്തിന്റെ വിവാഹം, 2 കാനാവിലെ കല്യാണം. ഇനി 3-മതൊരു കല്യാണം വരുന്നു, കുഞ്ഞാടിന്റെ കല്യാണം. സ്വോത്രം. ഇപ്പോഴത് എനിക്ക് ഓർമ്മ വന്ന് ഈ വാക്യം കുഞ്ഞ് വായിച്ചപ്പോൾ. അങ്ങനെയെങ്കിൽ ആയുസ് 120 സംവത്സരമായി ദൈവം മാറ്റി. എന്താ കല്യാണത്തിൻ്റെ പ്രത്യേകത? ഇന്ന് നമ്മുടെ സഭകളിൽ പണ്ടത്തെ കാലത്താണ് ഒരു കുഞ്ഞോ ഒരു ചെറുപ്പക്കാരനൊക്കെ റെഡിയാകുമ്പോൾ പാസ്റ്ററോട് പറയും, പാസ്റ്ററെ സഭയിൽ പറയണം, നമ്മുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം, അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹം നടക്കാൻ. സഭ പ്രാർത്ഥിക്കും, കാത്തിരിപ്പ് യോഗത്തിൽ പ്രാർത്ഥിക്കും. പയ്യനുണ്ട്, അവനും പറയും, എൻ്റെ പ്രായം 27ആയി, എനിക്ക് മധുരകരമായൊരു വിവാഹം നടത്താൻ സഭ പ്രാർത്ഥിക്കണം. പെങ്കൊച്ച് 25 ബവളം കരമുയർത്തി പറയും, എനിക്കൊരു ചെറിയ ജോലിയൊക്കെ കിട്ടി, കാര്യമൊക്കെ റെഡിയായി, സ്തോത്രം, എനിക്ക് ഒരു നല്ല വിവാഹത്തിന് വേണ്ടി സഭ പ്രാർത്ഥിക്കണം, അരുമയാൻ ഒരു തിരുമണത്തിക്കാകെ. ഇന്ന് അങ്ങനെ വല്ലതും ഉണ്ടോ? സഭയിലും പറയത്തില്ല, പാസ്റ്ററോടും പറയത്തില്ല, കുടുംബ പ്രാർത്ഥനയിലും ഇല്ല. എല്ലാവരെയും നല്ല മൊബൈലല്ലേ ഇരിക്കുന്നത്. സ്തോത്രം. ഇന്നത്തെ കല്യാണം ആര് നടത്തും? കമ്പ്യൂട്ടർ നടത്തും. മന്ത്രകോടി ആര് കൊണ്ടുവരും? പോത്തീസ് കൊണ്ടുവരും. ശാപ്പാടെങ്ക കിടക്കും, പാറശാല ഷീല കല്യാണ മണ്ഡപത്തിൽ കിടക്കും. സ്തോത്രം. അത് ലൈവ് പോയാലും കുഴപ്പമില്ല. ഇനി ഞാൻ വരത്തില്ല, പച്ചയ്ക്ക് പറയും. സ്തോത്രം. നിങ്ങളുടെ സഭയല്ല, എൻ്റെ സഭയായിക്കോട്ടെ, ഞാനൊരു സഭയുടെ പാസ്റ്ററല്ല, ഞാൻ സങ്കല്പിച്ച് പറയുക, എനിക്ക് അത്രയും ചുമതലെടുക്കാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഇന്ന് വരെ പരിപാടിക്കത്തില്ല, പകരത്തിന് നിൽക്കത്തോളൂ. അങ്ങനെയെങ്കിൽ ഞാൻ നേതൃത്വം കൊടുക്കുന്ന ഒരു സഭ, ഞങ്ങളുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, ഞങ്ങളുടെ സഭയിലെ ശമുവേലച്ചൻ വന്നിട്ട് എന്നോടൊരു കാര്യം പറയും, പാസ്റ്ററെ കാര്യങ്ങൾ കൈവിടപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞു, അച്ചായൻ പേടിക്കണ്ട, LDF വരും, എല്ലാം ശരിയാകും, ഞാൻ ശരിയാക്കി തരാം. സോദരം, എന്നെ കർത്താവ് വിടുത്തിരിക്കും. അച്ചായൻ ഒരു കാര്യം പറയുന്നത് എന്താണെന്നറിയാവും? പറയുന്നവർ, നമ്മുടെ മോൾക്ക് ദുബായിലിരിക്കുന്ന ഒരു പയ്യനുമായിട്ട് സ്നേഹമൊന്നല്ല, ഇംഗ്ലീഷ് അഫയർ ഉണ്ടെന്ന്. സോദരം, ഞാൻ പറയും, വിഷമിക്കണ്ട, ഇതെല്ലാം നമ്മൾ റെഡിയാക്കി തരാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയും, അച്ചായ 3 കവർ ഇതിന് സ്പെഷ്യൽ, 3 കവർ. 1 എനിക്കൊരു കവർ, 2 സെൻട്ര അപ്പച്ചനൊരു കവർ, 3 സഭയെ കലക്കം ഉണ്ടാക്കുന്ന ടീമിന് ഒരു കവർ. സ്വോത്രം. 3 കവർ തന്നാൽ വെരി ക്ലിയറായിട്ട് ഞാൻ ക്ലിയറാക്കി തരാം. അറിഞ്ഞിരിക്കേണ്ട. സ്വോത്രം. ആദ്യത്തെ സൺഡേയിൽ ഞാനൊരു ചെറിയ മീൻ, ഇങ്ങനെ പക്കത്തിൽ കുളത്തിൽ ചൂണ്ട ഇടുന്ന മാതിരി ഒരു ചെറിയ കുളച്ചു കൊടുക്കും. നമ്മുടെ തോമാച്ചേൻ്റെ, നമ്മുടെ അവറാച്ചാൻ്റെ മകൾ പിന്നെ ജോസ്മിക്ക് വിവാഹപ്രായം അടുത്തിരിക്കുന്നു, സഭ പ്രാർത്ഥിക്കണം. ഉടനെ എല്ലാവരും, കർത്താവെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ, മധുരകരമായൊരു വിവാഹം കിട്ടണേ. 2-മത്തെ ആഴ്ച വീണ്ടും ചൂണ്ട താഴ്ത്തും. എന്നിട്ട് പറയും, ചില ആലോചനകൾ വന്നിട്ടുണ്ട്, ദൈവസഭ പ്രാർത്ഥിക്കണം. ഒറ്റയടിക്ക് പറഞ്ഞ സഭയെ കലകം വരും. സ്വോത്രം. 2-മത്തെ ആഴ്ച എല്ലാവരും കേൾക്കണം. 3-മത്തെ വാരത്തേക്കുള്ള ഞാൻ പറയും, ദുബായ് ഇരിക്കുന്നൊരു പയ്യനുമായി കാര്യങ്ങൾ ഏകദേശം ശരിയായി. അപ്പം കമ്മിറ്റിക്കാർ കവർ കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞ, പാസ്റ്റേ നമുക്ക് മുട്ടുമടക്കി പ്രാർത്ഥിക്കാം, കവർ കിട്ടിയോണ്ട് പ്രാർത്ഥന നല്ല ഉഷാറായി. സ്വോത്രം. 4-മത്തെ ആഴ്ച പറയും, 2 വീട്ടുകാരും തമ്മിൽ കാര്യങ്ങൾ ശരിയായിട്ടുണ്ട്, കൃപയാൽ അടുത്ത ആഴ്ച നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വാക്ക് പറയുമെന്ന്. സ്വോത്രം. 2 വീട്ടുകാർ സമ്മതിക്കുമെന്ന്. 5-മത്തെ ആഴ്ച സഭയിലെ പാസ്റ്റും എല്ലാവരും കൂടെ അവരെ പോകും, അവിടുത്തെ പാസ്റ്റുമായിട്ട് വാക്ക് പറയും. വാക്ക് പറഞ്ഞ സമയത്ത് ഒരു കുഴപ്പം സംഭവിച്ചു. ഉളിയക്കാർ ശ്രദ്ധിക്കണം, ലോക്ക്ഡൗൺ ആയിപ്പോയി, കോവിഡ് ആയിപ്പോയി. സ്വോത്രം. എങ്ക തിരുമണം മുടിക്കും. സ്വോത്രം. വാക്കം പറഞ്ഞ് എഴുതി വന്നപ്പോൾ പാറശാല മൊത്തം കോവിഡായിപ്പോയി. നമുക്ക് വല്ല രക്ഷയുണ്ടോ? ഉടനെ ഞാൻ പറയാം, അതിനും പരിഹാരമുണ്ട്. അപ്പോൾ നമ്മുടെ സഭയിലെ ജോസ്മി ടെക്നോ പാർക്കിൽ USB ഗ്ലോബൽ എഞ്ചിനീയറാണ്. ചെറുപ്പക്കാരൻ ജോയ്മോൻ
ദുബായ് ഇൻ്റർനെറ്റ് സിറ്റി IT എഞ്ചിനീയർ. രണ്ടുപേർക്കും പ്ലെയിനും ഇല്ല, വരാനും പറ്റത്തില്ല. ഞാൻ പറയും ഇതിന് പരിഹാരം ഉണ്ടാക്കാം. നമുക്ക് പാറശാല വരെ പോയാൽ മതി. നമ്മുടെ രണ്ടുപേരെ പയ്യൻ്റെ വീടും ചെറുപ്പക്കാരുടെ വീടും അടുത്തടുത്താണല്ലോ. നമുക്ക് കാര്യം ശരിയാക്കാം. പാറശാല ഷീല കല്യാണ മണ്ഡപം, അവിടെ പയ്യൻ കൂട്ടർ വന്നു, പെങ്കൊച്ചിൻ്റെ കൂട്ടരും വന്നു. സ്വോത്ര ഞാൻ ആ പാസ്റ്റർ എന്ന് വിചാരിച്ചു. ഇച്ചിരി സീനിയർ ആയതുകൊണ്ട് അവർ പറഞ്ഞ പാസ്റ്റർ വിഭാഗം ശുശ്രൂഷയാണ്. കുഞ്ഞുങ്ങൾ നല്ല പാട്ടൊക്കെ പാടി വളരെ വന്ദനമേ ശുഭര വാഴ്ത്തിയിടുമേ സ്തുതിച്ചിടുമേ പാടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ലൈവ് നമ്മുടെ ഗുഡ് ന്യൂസ് ഗോസ്പൽ പോലെ ലൈവ് വലിയൊരു ടെലിവിഷൻ കൊണ്ടുവച്ചു. ജാസ്പർ ബ്രദർ പറയുന്ന ഞാൻ പറഞ്ഞു ലൈവ് മോനെ ക്ലിയർ ആയിക്കോ. നമ്പർ 1 എന്നെ നടുക്കാക്കണം. നമ്പർ 2 ടെക്നോ പാർക്കിൽ നിന്ന് പെങ്കൊച്ചിനെ സൂം വഴി ലൈവിൽ ഇവിടെ ആക്കണം. അത് കഴിഞ്ഞ് 3 ചെറുപ്പക്കാരനെ ദുബായിൽ നിന്ന് ലൈവിൽ കൊണ്ടുവരണം. 3 പേരെ ഒരു സ്ക്രീനിൽ കൊണ്ടുവരണം. കമ്പ്യൂട്ടർ വഴി കല്യാണം. ഇപ്പം കേട്ടോണം സ്വോത്രം. ആദ്യമായി പാട്ടെല്ലാം തീരുമ്പോൾ 2 ഊളിയക്കാരെ പ്രാർത്ഥിച്ചിട്ട് ഫസ്റ്റ് ലൈൻ ഞാൻ നേരെ ടെക്നോ പാർക്കിലേക്ക് ജോസ്മിയോട്, മോള് നിൻ്റെ സാഹചര്യം പ്രതികൂലം, അവിടുന്ന് വരാൻ പറ്റത്തില്ല, പക്ഷേ വിവാഹം ഞങ്ങൾ ഉറപ്പിച്ച സ്ഥിതിക്ക് കല്യാണം നടത്തണം. അവളോട് ചോദിക്കും, ഈ ലൈവിൽ കാണുന്ന ദുബായിലിരിക്കുന്ന ഇൻ്റർനെറ്റ് സിറ്റിയിലിരിക്കുന്ന എഞ്ചിനീയർ ജോസിനെ വിവാഹം കഴിക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ? അവളോട് പറഞ്ഞു താല്പര്യമുണ്ടെങ്കിൽ കരമുയർത്തണം. അവൾ കരമുയർത്തി. എന്നിട്ട് 4 കാര്യം അബ്രഹാമിന് സാറ ഇസഹാക്കിന് റബേക്കയും യാക്കോബിന് റാഹേലിനെയും കൊടുത്തു. കർത്താവ് അനുവദിച്ചു. അനുഗ്രഹിച്ച കല്യാണം, കാനാവിലെ കല്യാണത്തിൽ അനുഗ്രഹിച്ച പോലെ നീ ഈ കല്യാണത്തിന് സമ്മതമാണോ? തുടർന്നുള്ള ദിവസങ്ങൾ ജോസിൻ്റെ ഭാര്യയായി വിജയകരമായി ക്രിസ്തീയ കുടുംബജീവിതം നയിപ്പാൻ നീ തയ്യാറുണ്ടോ മകളെ? അവൾ പറയും യെസ് പാസ്റ്റർ. ഞാൻ പറഞ്ഞ ബട്ടൺ നമത്തിയാരെ ലൈറ്റ് ഒന്ന് കാണട്ടെ. സ്വോത്രം. ഉടനെ ഒറ്റ ലൈറ്റ് LED-ക്കകത്ത് അവിടെയും കത്തി. അപ്പം പെങ്കൊച്ചിന് ഇഷ്ടം. ദെൻ ഗോ ടു ദുബായ് ഇൻ്റർനെറ്റ് സിറ്റി ചിക്കൻ കാലി കടിച്ചുകൊണ്ടിരിക്കുന്ന ജോസിൻ്റെ അടുത്തേക്ക് ലൈവ്. ജോസിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മോനെ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ലൈവിൽ കാണുന്ന ജോസ്മി എന്ന് പറയുന്ന IT എഞ്ചിനീയർ തിരുവനന്തപുരം UST ഗ്ലോബൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞിന് നിനക്ക് ഭാര്യയായിട്ട് സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? തുടർന്നുള്ള ദിവസങ്ങളിൽ പാസ്റ്റർമാർക്ക് ദുഃഖം വരാതെ നിങ്ങൾ ജയകരമായ കുടുംബജീവിതം നയിക്കുമോ? കട്ടൻ കാപ്പിയും വെള്ളവും എല്ലാം കൊടുക്കാൻ നീ തയ്യാറാണോ? ഇത് ചോദിക്കുക. എന്നിട്ട് 4 വാക്യം ബൈബിൾ കൂടി അബ്രഹാമിന് സാറ ഇസഹാക്കിന് റബേക്കയും കാനാവിലെ കല്യാണത്തിൽ വന്ന് കരം നീട്ടി അനുഗ്രഹിച്ച കർത്താവിൻ്റെ കരത്താൽ മരണം നിന്നെ വേർപിരിക്കുന്നത് വരെ കുഞ്ഞിന് ജീവിതത്തിന്റെ സുഖത്തിലും ദുഃഖത്തിലും ഭാര്യയായി അംഗീകരിക്കാൻ നീ തയ്യാറാണോ? അവൻ പറയും യെസ് പാസ്റ്റർ. ഞാൻ പറയും ഒരു ലൈറ്റ് ഞെക്കിയ 2 ലൈറ്റ് കൂടെ ഒറ്റയടി. അപ്പം ഞാൻ പറയും എൻ്റെ കർമ്മ ഞാൻ നിർവഹിക്കാം. ഈ കുഞ്ഞുങ്ങളെ ആശീർവദിക്കാൻ പോകും. അപ്പോൾ നമ്മുടെ മോൻ കയർപ്പാട് ഇന്നീ മംഗല്യ ശോഭിപ്പാൻ കരുണ ചെയ്ത കർത്താവേ, ചെറുക്കം വേണ്ട, പെണ്ണു വേണ്ട, ലാപ്ടോപ്പും കമ്പ്യൂട്ടറും കൈവച്ചാൽ കല്യാണം. അതാ ഇന്നത്തെ ഓൺലൈൻമാരെ. കാലം തീർന്നില്ലേ? ഇതാ നോഗയുടെ കാലത്ത് സംഭവിച്ചത്. താണ്ടെ കണ്ണിന് കൊള്ളാവുന്നവരെ വീട്ടിനകത്ത് ഭാര്യമാരായി തെരഞ്ഞെടുത്തു. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ സ്വർഗത്തിലെ ദൈവം ആയുസിനെ 120 സംവത്സരമാക്കി മാറ്റി. നോഗയോട് ദൈവം ഒരു കാര്യം പറഞ്ഞു, നീ ഒരു പെട്ടകത്തെ പണിയണ സ്ട്രക്ചർ 7 ഘടകങ്ങൾ. ഇതാ ഇന്നത്തെ പ്രസംഗം. 1 ഗോപേർ മരം, 2 300 നീളം, 3 50 വീതി, 4 30 ഉയരം, 5 3 തട്ട്, 6 സൈഡ് വാതിൽ, 7 കിളിവാതിൽ. കരമുയർത്തുന്നവർക്കായി ഇതാ പെട്ടകത്തിന്റെ നിത്യതയിൽ എടുക്കപ്പെടുന്ന ഭക്തന്റെ 7 അടിസ്ഥാന ഉപദേശങ്ങൾ പറയുമ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഈ പ്രഭാഷണം അവസാനിപ്പിക്കും. ഇന്ന് രാത്രി കേട്ടോണ 7 കാര്യങ്ങൾ. സ്വർഗ സ്ട്രക്ചറും കാശും എല്ലാം കൊടുത്തു. നോഗ സൗണ്ട് സിസ്റ്റം എല്ലാം മേടിച്ചു. പാറശാല മുതൽ നെയ്യാറ്റിങ്കര മുതൽ ആറ്റിങ്ങ വരെ അങ്ങോട്ട്, അപ്പുറത്ത് നാഗർകോവിൽ, കുമരി, മാവട്ടം, തിരുനെൽവേലി, രാമനാഥപുരം വരെ പരശുയോഗം എല്ലാം പ്രസംഗിച്ചു. നാട്ടുകാരെടുത്ത് പറഞ്ഞ് മഴ വരാറായി, മഴ വരാറായി, മഴ വരാറായി. നാട്ടുകാർ പറഞ്ഞ് ഈ പാവപ്പെട്ട ഉപദേശി പറയുന്നത് തെറ്റാ. നോഗ പെട്ടകമെല്ലാം പണിഞ്ഞു, ഒന്നുമില്ല. കുടുംബത്തിലെ 8 എണ്ണം കയറി. ഈ 7 മൃഗങ്ങൾ ശുദ്ധിയും വിശുദ്ധിയും ഉള്ളത് 2 പേരുമായി ഒരു കൂട്ടത്തെ നിർത്തി. എവിടാ പെട്ടകം കിടന്ന? പൂവാറിന്റെ അകത്ത്. പക്ഷെ പെട്ടകത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. പണിയാൻ പറഞ്ഞത് സ്വർഗം, കാശ് കൊടുത്തത് സ്വർഗം. നോഗ പെയിന്റ് അടിക്കാരെ കൊണ്ടുവന്ന്, കാർപ്പൻറ്ററെ കൊണ്ടുവന്ന്, ആശാരിയെ കൊണ്ടുവന്ന്, ടെക്നീഷ്യനെ കൊണ്ടുവന്ന്, ഒറ്റ എണ്ണം അതിനകത്ത് കയറിയില്ല. പക്ഷേ പെട്ടകത്തിന്റെ വാതിൽ ആര് കുറ്റിയിട്ടു? സ്വർഗം കുറ്റിയിട്ടു. സ്വർഗം കുറ്റിയിട്ടപ്പോൾ ഒരു സംഭവം ഉണ്ടായി. സ്വർഗം കുറ്റിയിട്ടാൽ എന്തുകൊണ്ടാണ് സ്വർഗം കുറ്റിയിട്ടത്? പൈസ കൊടുത്തത് സ്വർഗം, ടെക്നിക്ക് കൊടുത്തത് സ്വർഗം, ബാക്കി പ്രസംഗിപ്പാൻ നോട്ട് കൊടുത്ത സ്വർഗം. ഈ കുറ്റി മാത്രം സ്വർഗത്ത് ഇട്ടേണ്ട കാര്യം എന്തോ? തമിഴ് മക്കൾ ശ്രദ്ധിക്കണം. ഈ നോഗ പെട്ടകത്തിൽ കയറിയതിന് ശേഷം വന്ന അലർട്ട യെല്ലോ, മാംഗോ, പൈനാപ്പിൾ, ഓറഞ്ച്, റെഡ്. അമ്മച്ചി വിട്ടിരിക്കുന്നു, അച്ഛാ വിട്ടിരിക്കുന്നു. 10 കൊല്ലം മുമ്പ് ഉൻക പത്രികയെ പാത്ത എங்கே இருக்குது ரெட் அலர்ட், எல்லோ அலர்ட், மேங்கோ அலர்ட், பைனாப்பிள் அலர்ட். இந்த நாட்களிலே நீங்கள் பத்திரிகையை படித்தால், இந்த நாட்களிலே நீங்கள் சன் டிவியோ சூர்யா ஏது டிவி பார்த்தாலும் ആദ്യമേ വരും இந்த 2 ഡിസ്ട്രിക്റ്റ് നെല്ലോ, അടുത്ത ഡിസ്ട്രിക്റ്റ് മാംഗോ, അടുത്ത ഡിസ്ട്രിക്റ്റ് പൈനാപ്പിൾ. സ്വോത്രം. കണ്ടില്ല? ഇതാ നോഗയുടെ കാലം വരാൻ പോവാ. ബാക്കി കേട്ടോണം. സ്വോത്രം. ഇവൻ പെട്ടകത്ത് കയറി ഉടനെ കാറ്റും പിന്നെ അരുമയാന പൂയലും അടിച്ചു.
അപ്പോൾ ഈ പെട്ടകത്തെ ക്യാമറ വെച്ചേക്കുക. നമുക്ക് മാർത്താണ്ഡത്തെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ കച്ചവടം ചെയ്യുന്ന നല്ല അലൂമിനിയം വ്യാപാരി ഇഷ്ടം പോലെ ചാക്കുമായിട്ട് പുള്ളി അവൻ കൊടുത്ത ലഘുലേഖ കയ്യിലിരിപ്പുണ്ടായിരുന്നു. പുള്ളിക്ക് പിടി കിട്ടി ഇനി കാലമില്ല, ഫ്ലൈ ഓവറും മറിയും മാർത്താണ്ഡവും തീരും. സ്വോത്രം. ഉടനെ പൂവാറിലോട്ട് വന്നിട്ട് ഈ പെട്ടകം വിടുന്നതിന് വിട്ട് നമ്മുടെ KSRTC തട്ടുന്ന പോലെ 2 തട്ട് ക്യാമറ ഉണ്ട്. നോഗയുടെ ഭാര്യ പറയും, അച്ചായ പള്ളിക്കാരും കമ്മിറ്റിക്കാരും കാണുന്നില്ല, മാർത്താണ്ഡത്തെ നല്ല പുള്ളിക്കാരനാണ് വരുന്ന, കൈ ചാക്കുമുണ്ട്, ഒന്ന് തുറന്നേക്കാം. സ്വോത്രം. അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർ വിഷമിക്കരുത്. കവർ കണ്ട വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും. സ്വോത്രം. അത് സ്വർഗത്തിനറിയാം. യവൻ വലിയ പ്രസംഗന, പെരിയ ഊളിയക്കാരന, തലമൈ ബോധകര, എങ്കിൽ കവർ കണ്ടാൽ റെഡിയാവും. അതുകൊണ്ട് ദൈവം കുറ്റിയിട്ടു. സ്വർഗം കുറ്റിയിട്ടാൽ പിന്നെ ആർക്കും അത് തുറക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് നോഗയുടെ പെട്ടകത്തിന്റെ കുറ്റി സ്വർഗമിട്ടത്. ഇന്ന് പകൽ ഇവിടെ ശനിയാഴ്ച ഇരിക്കുന്ന ദൈവമക്കൾ പറയണം, അവൻ ഒരു വഴി തുറന്നാൽ, കരമുയർത്തുന്നവർക്കായി, കളിക്കവിളിയിലെ മന്ത്രവാദിക്ക്, പനങ്കാലയിലെ ആ വിചാരക്കാരന് നിന്റെ വഴികൾ അടയ്ക്കുവാൻ കഴിയത്തില്ല. അവനൊരു വഴി തുറന്നാൽ. സ്വോത്രം. നോഗ പെട്ടകത്തിൽ കയറി. സ്വോത്രം. ഒരു സംഭവം നടന്നു. അതാ പ്രളയം. അതാ ഇന്നത്തെ ലോകം. 2013 മുതൽ എവിടാ? ഉത്തരാഖണ്ഡ് മേഘവിസ്ഫോടനം, ചെന്നൈ പെരുമഴ, ബ്രിട്ടനിൽ പെരുമഴ, സൗദിയിൽ പെരുമഴ, കേരളത്തിൽ പെരുമഴ. മനുഷ്യരാരാണ്ട് പറഞ്ഞു ഈ കാടെല്ലാം വെട്ടിയാൽ മഴ പെയ്യത്തില്ലെന്ന്. കർത്താവിൻ്റെ ദാസന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. മലയും പോയി കാടും പോയി JCB മൊത്തം ഇടിച്ചു നിരത്തിയിട്ടും ദാ വരുന്നു പെരുമഴ. നോഗയുടെ കാലം. അതിൻ്റെ പേര് ക്ലൗഡ് എക്സ്പ്ലോഷൻ. 2013 ചെന്നൈ, 2013 ഉത്തരാഖണ്ഡ്, 2014. അത് കഴിഞ്ഞ ദിവസം ദുബായിൽ പെരുമഴ. 257.5 മഴയാണ് പെയ്തത്. സ്വോത്രം. വയനാട്ടിൽ 100 പെയ്തതേ ഉള്ളൂ. അതിനിപ്പുറം 100.5 2-4 മല പോയി. 257 എങ്ങാനും കേരളത്തിൽ പെയ്തിരുന്ന 5 ഡിസ്ട്രിക്റ്റും കാണത്തില്ല, മുല്ലപ്പെരിയാറും കാണത്തില്ല. അത്രയും വലിയ മഴയാണ് ഇപ്പോൾ ദുബായിൽ പെയ്തത്. നിങ്ങൾക്കറിയാമോ? ബൈബിളിനകത്തുണ്ടോ നോഗയുടെ കാലത്ത് എന്ത് സംഭവിച്ചു? വായിക്കാം. ഉൽപ്പത്തി പുസ്തകം. സുനാമി മുഴുവൻ അവിടെ തൊട്ട് തുടങ്ങി. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. കുഞ്ഞു വായിച്ചാട്ടെ. ഉൽപ്പത്തി 7:11 വായിക്കാം. നോഗയുടെ ആയുസിന്റെ 600-ാം സംവത്സരത്തിൽ 2-ാം മാസം 17-ാം തീയതി അന്ന് തന്നെ ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്നു. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ്. കുഞ്ഞ വാക്യം മാറ്റല്. ആഴിയുടെ ഉറവകൾ. ഇത് കടലോര ദേശമാണ്. നിങ്ങളുടെ കൊല്ലങ്കോട്, പൂവാറ്, പഴവഞ്ചാൽ, ഇതിൻ്റെ തൊട്ടടുത്തുള്ള തീരങ്ങളെല്ലാം ഞാൻ പ്രസംഗിച്ചുകൊണ്ട് എനിക്കറിയാം. ഈ കടലോര ദേശമാണ്. ഈ ഭൂമി എത്രയെന്നറിയാമോ? 51.75 ചതുരശ്ര കോടി കിലോമീറ്റർ നാം പാർക്കുന്ന ഭൂമി. അതിൽ 2/3 ഭാഗം വെള്ളമാണ്. 36.75 വെള്ളം. കടലിൻ്റെ അടിയിൽ നല്ല സുന്ദരമായ സ്റ്റോറേജ് ഉണ്ട്. കടലിൻ്റെ അടിയിൽ 17,000 അടി താഴ്ച വെള്ളം കിടപ്പുണ്ട്. 17,000 ഫീറ്റ്, 17,000 അടി വരെ കടൽ വെള്ളം കിടപ്പുണ്ട്. കടലിനകത്ത് സ്റ്റോറേജ് മണ്ഡലമുണ്ട്. ഇനിയുള്ള കാര്യം നിങ്ങൾ ക്ലിയർ ശ്രദ്ധിക്കണം. ഞാൻ സുനാമിയിലേക്കാണ് പോകുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, കടലിനകത്തെ സ്റ്റോറേജ് മണ്ഡലം. നിങ്ങൾ പാറശാലയിൽ നിന്ന് ഊരമ്പിലേക്ക് വരുമ്പോൾ കേരള സൈഡിലും തമിഴ്നാട് സൈഡിലും പെട്രോൾ പമ്പുണ്ട്. പല പെട്രോൾ പമ്പിൽ നിങ്ങൾ പണം കൊടുത്താൽ 500 രൂപയ്ക്ക് കൊടുത്താൽ എണ്ണ അടിക്കും. പക്ഷേ ഈ പെട്രോൾ കിടക്കുന്ന ഇവിടെ നിന്ന് പലരും കണ്ടിട്ടില്ല. ഡീസൽ കിടക്കുന്ന രാത്രിയിൽ ഒരു വലിയ ടാങ്കർ വരും. ആ ടാങ്കർ എന്ത് ചെയ്യും? ഭൂമിക്കടിയിലെ കണ്ടെയ്നറിനകത്ത് ഇത് പമ്പ് ചെയ്തിട്ട് ആരും അറിയത്തില്ല. പിന്നെ ചെന്നിട്ടാണ് നിങ്ങൾ പെട്രോൾ കിട്ടുന്നെങ്കിൽ കടലിൻ്റെ അടി 17,000 ഫീറ്റ് താഴെ വെള്ളം കിടക്കുക. നല്ലൊരു കഥ ഒരിക്കൽ വായിച്ചു. ഒരു രക്ഷിക്കപ്പെട്ട പൈതൽ, അവൻ ആരാന്ന് പറയണ്ടാവും, ഒരു രക്ഷിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരന് ഒരു വീട്ടിൽ അപ്പച്ചനെ അമ്മച്ചയെ നോക്കാൻ കൊണ്ടുവന്നു. അവരപ്പച്ചനെ അമ്മച്ചയെ നോക്കാൻ കൊണ്ടുവന്നപ്പോൾ അവൻ ഈ രക്ഷിക്കപ്പെട്ടതാണ്ട് കാലത്ത് എഴുന്നേറ്റ് ഒരു ഹല്ലേലൂയ, ഉച്ചയ്ക്ക് ഒരു ഹല്ലേലൂയ, വൈകിട്ട് ഒരു ഹല്ലേലൂയ ചൊല്ലു. ഈ അപ്പച്ചനും അമ്മച്ചിക്ക് 80-78 വയസ്സ് പ്രായം. അവർക്ക് അവൻ്റെ ഈ ഹല്ലേലൂയ കേട്ടിട്ട് അവനെ പറഞ്ഞു വിടാനും വയ്യ. അങ്ങനെ ഇരിക്കുമോ സ്വോത്രം. അവസാനം അപ്പച്ചനും അമ്മച്ചിയും ഒരു കാര്യം പറയും, നിനക്ക് ജോലി വേണോ ഹല്ലേലൂയ വേണോ? സ്വോത്രം. അപ്പോൾ അവൻ പറഞ്ഞ് ജീവിക്കാൻ ഒരു നിർവാഹമില്ല, ആകെ രക്ഷയില വന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, അപ്പച്ച അമ്മച്ചി എനിക്ക് ജോലി മതി, ഇപ്പം ഞാൻ ഹല്ലേലൂയ നിർത്തിയേക്കാന്ന്. ഓക്കെ, നിങ്ങൾ വീട്ടിലുള്ള വേല പാക്കത് നല്ലതുപോലെ. ഇന്ന് 2 മാസം കുഴപ്പമില്ല. ഒരു കാലയിലെ ഒരു പത്രിക വന്ന്, ആ പത്രികയിൽ ഒരു പേജ് ഇരിക്കുന്നത് പഠിപ്പുര, പഠിക്കേണ്ട ഭാഗം. അതിനകത്ത് ഇങ്ങനെ എഴുതി, സമുദ്രത്തിൻ്റെ ആഴം 17,000 അടി താഴ്ച സമുദ്രത്തിൽ വെള്ളമെന്ന്. അത് വായിച്ച ഉടനെ മുറ്റത്ത് ഇരുന്നവൻ ചാടി ഒരു ഹല്ലേലൂയ. അപ്പച്ചനും അമ്മച്ചിയും ഞെട്ടിപ്പോയി. എടാ, നിന്നോടല്ലേ പറഞ്ഞത് മേലെ ഹല്ലേലൂയ പറയരുതെന്ന്. അപ്പോൾ പേപ്പർ ഉയർത്തിയിട്ട് അവൻ പറഞ്ഞ്, എൻ്റെ അപ്പച്ച അമ്മച്ചി ഇത് വായിച്ചിട്ടാണ് ഞാൻ ഹല്ലേലൂയ പറഞ്ഞത്.
എൻ്റെ പാപത്തെ സമുദ്രത്തിൻ്റെ അടിയിൽ താഴ്ത്തി കാൽവറിയിൽ എനിക്ക് വേണ്ടി ജയാളിയായ ഒരു കർത്താവിൻ്റെ പാപത്തെ തകർത്തെങ്കിൽ അതോർക്കുമ്പോൾ എനിക്കെങ്ങനെ ഹല്ലേലൂയ പറയാതിരിക്കും? അതുകൊണ്ടാണ് ഞാൻ ഹല്ലേലൂയ ചൊല്ലിയത്. സ്തോത്രം. ഞാനിപ്പോഴും ഓർക്കുന്നു. അപ്പം കടലിൻ്റെ അടിയിൽ എന്തോ ഉണ്ടെന്നറിയാമോ? ഏറ്റവും നിർണായകമായി 17,000 ഫീറ്റുണ്ട്. സുനാമി വന്നത് 2004 ഡിസംബർ 26 സുനാമി വരുന്നത് നോഹയുടെ കാലത്ത്. എന്താ സുനാമി? കടലിൻ്റെ അടിയിൽ അഗ്നിപർവ്വതമുണ്ട്. എന്താ സുനാമി അടിക്കാൻ കാര്യം? എല്ലാവരും കേൾക്കണം, എല്ലാവരും കേൾക്കണം. ഇതാണ് പ്രസംഗം, എല്ലാവരും കേൾക്കണം. ഇന്തോനേഷ്യ എന്ന് പറയുന്ന രാഷ്ട്രം, ഊളിയക്കാർ മേടയിരിക്കത്, നിങ്ങൾ കീഴക്കാരിക്കത്, ഇന്ന് രാത്രി ഇന്ന് പകൽ കേൾക്കണം. 2004 ഇന്തോനേഷ്യ ഒരു വലിയ പ്രശ്നമുള്ള സ്ഥലമാണ്. അവിടെ 2 സുവിശേഷ വേലക്കാർ, ഏവരും കേൾക്കണം, 2 അരുമயான ചെറുപ്പക്കാർ, ഊളിയക്കാർ, അവരുടെ തല ഒരു ഗ്രൂപ്പ് അറുത്തു. എന്നിട്ടൊരു ബുള്ളറ്റിനകത്ത് നമ്മൾ പാറശാലയിൽ നിന്ന് കന്യാകുമാരി വരെ പോകുന്ന പോലെ ഈ അറുത്ത തല ഒരു ചെറുപ്പക്കാരൻ ബൈക്കിനകത്ത് 2 കൈയിൽ തൂക്കിപ്പിടിച്ച് ഇന്തോനേഷ്യയുടെ പട്ടണത്തിൽ കൂടെ മുഴുവൻ കൊണ്ടുപോയിട്ട് അവർ കാണിച്ചൊരു കാര്യമുണ്ട്. യേശുവിനെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ തലയിറക്കും. സ്തോത്രം. അവിടുത്തെ ഗവൺമെൻറ് സ്തോത്രം എന്താ സംഭവിച്ചതിന് സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഡിസംബർ മാസത്തിൽ എല്ലാവരും ഗഹനമായി കേൾക്കരുത്. ഡിസംബർ മാസത്തിൽ ഒരു സംഭവം നടന്നു. ക്രിസ്മസിന് ഇവർക്ക് ടൗണിൽ സ്റ്റാർ ഇടാൻ പെർമിഷൻ ഇല്ല, ക്രിസ്മസിന് പ്രാർത്ഥനയ്ക്ക് പെർമിഷൻ ഇല്ല. ഇവർ ഭരണകൂടത്തെ സമീപിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് ക്രിസ്മസ് ആഘോഷിക്കാം, പട്ടണത്തിലല്ല, ഇവിടെ നിന്ന് 8 കിലോമീറ്റർ ഒരു മലയുണ്ട്, അവിടെ പോയി നിങ്ങൾക്ക് പാട്ട് പാടിയോ പ്രാർത്ഥിക്കുകയോ ചെയ്യാം. അപ്പോൾ അവിടുത്തെ ക്രിസ്തീയ സംഘടനകൾ ഇന്തോനേഷ്യയിൽ ഒരു കാര്യം ചെയ്തു. എന്താ കാര്യം ചെയ്തെന്നറിയാമോ? എല്ലാവരും കേൾക്കണം. ഇന്തോനേഷ്യയിൽ ഒരു കാര്യം ചെയ്തു. നമുക്ക് ടൗണിൽ വേണ്ട, നമ്മൾക്ക് മലയിലേക്ക് പോകാം. 24, 25, 26 ഉപവാസ കൂട്ടങ്ങൾ അംഗം വെച്ചിരിക്കുന്നത്. 24 കാലയിൽ അവർ കഞ്ഞിയും വെള്ളവും പെട്രോൾ മാക്സുമായിട്ട് ദൈവകുഞ്ഞുങ്ങൾ മലയ്ക്കകത്ത് കയറി. 24-ാം തീയതി ഉച്ച കഴിഞ്ഞ് പ്രാർത്ഥന തുടങ്ങി. 25-ാം തീയതി ഫുൾ ടൈം പ്രാർത്ഥന. 26-ാം തീയതി ഉച്ചയ്ക്ക് ആ തിരുമേശ അല്ലെങ്കിൽ പ്രാർത്ഥനയോടുകൂടി ഉച്ചയ്ക്ക് തീരണം യോഗം. 26-ാം തീയതി ആ ഞായറാഴ്ച ഒരു സംഭവം നടന്നു. 26 ഞായറാഴ്ച അവർ രാവിലെ 9:30 പാട്ടുപാടി മലമുകളിൽ ആരാധിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു കാര്യം ചെയ്തു. ഇന്തോനേഷ്യയുടെ കടലിനടിയിൽ കിടന്ന ഒരു സാധനമുണ്ട്, അഗ്നിപർവ്വതം. അത് പൊട്ടിയതാ സുനാമി. അത് എത്ര പേരെ മുടിച്ചു? 3 ലക്ഷം പേരെ മുടിച്ചു കളഞ്ഞു. ഇന്ന പക്കത്തെ കൊല്ലങ്കോട്, അത് കഴിഞ്ഞിട്ട് പൂവാർ, അത് കഴിഞ്ഞ് പഴമഞ്ചാലിലും ദൈവമക്കൾ കണ്ടില്ലേ? കർത്താവിന്റെ വേലക്കാർ ഇവിടെ ഇരിക്കുന്നത്. തെങ്ങിന്റെ ഉയരത്തിൽ തിരമാല ഉയർന്നു. കരം ഉയർത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഞാൻ ഇയ്യോബ് വായിക്കുന്നില്ല, അവൻ വെള്ളത്തെ തുറന്നാൽ അത് ഭൂമിയെ കീഴ്മേൽ മറിച്ചു കളയോ. അതിന്റെ പേരാ സുനാമി, സുനാമി. അപ്പോൾ ഈ സുനാമി പറയുമ്പോൾ എല്ലാവരും കേൾക്കണം. ഇവിടെ തമിഴ്നാട് രാമേശ്വരം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അന്ത സ്ഥലത്തെ കേട്ട യാരെങ്കിലും ഇരിക്കുന്നത് രാമേശ്വരം. ആ കരം ഉയർത്തുന്നവരുമില്ല. രാമേശ്വരത്ത് പോയി ചായ കുടിച്ചോരും കാണും, അവരും കരം ഉയർത്തുന്നില്ല. സ്വോത്രം. രാമേശ്വരത്ത് ഒരു ദൈവവേലക്കാരനുണ്ടായിരുന്നു. അതേകാര്യം വെള്ളറടയിൽ നിന്ന് പാസ്റ്റർ എം പൗലോസ്. സ്വോത്രം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരുടെ കുടുംബവുമായി ആദ്യമകാലം മുതൽ ഞാൻ വെള്ളറടയിൽ CSIയിൽ പ്രസംഗിക്കുമ്പോൾ, വെള്ളറട കൺവെൻഷൻ പ്രസംഗിക്കുമ്പോൾ അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ കുടുംബക്കാർ, എൻ്റെ വളരെ സ്നേഹിതർ. അവിടെ ഒരു സംഭവം നടന്നു. ഒരു ശനിയാഴ്ച പാസ്റ്റർ എം പൗലോസ് രാവിലെ ചർച്ചിൽ അദ്ദേഹം കയറി വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് ഒരു ദൂത് അദ്ദേഹത്തോട് പറഞ്ഞു, നാളെ രാമേശ്വരത്ത് എന്തോ ഒരു സംഭവം നടക്കാൻ പോകുന്നു, ദൈവസഭ പ്രാർത്ഥിക്കണമെന്ന്. സ്വോത്രം. അദ്ദേഹത്തിന് പെട്ടെന്ന് കാര്യം പിടികിട്ടി. സുനാമിയാണെന്നൊന്നും അറിയത്തില്ല, എന്തോ സംഭവിക്കുന്നു. അവിടുത്തെ ബൈബിൾ കോളേജ് പിള്ളേർ, അവിടുത്തെ വിശ്വാസികളെല്ലാം അദ്ദേഹം വിളിച്ചു. ഇന്ന് ആരും വീട്ടിൽ പോകണ്ട, ഉച്ച കഴിഞ്ഞ് പ്രാർത്ഥന തുടങ്ങി. രാത്രി അവിടെ കഞ്ഞി എല്ലാവർക്കും കൊടുത്തു. രാമേശ്വരത്ത് നടന്ന സംഭവം. പിറ്റേന്ന് പ്രഭാതത്തിൽ ആരും വീട്ടിൽ പോയില്ല, എല്ലാവരും അവിടെ താമസിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു. 9:30 തമ്പേറടിച്ച് അവർ പാട്ടുപാടി. രാമേശ്വരത്ത് പാട്ടുപാടിയപ്പോൾ ഒരു സംഭവം നടന്നു. രാമേശ്വരം കടൽ ഇളകി മറിഞ്ഞു. പക്ഷേ ഒരു തുള്ളി വെള്ളം പോലും ഈ കോമ്പൗണ്ടിനകത്ത് വരുവാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. എം പൗലോസ് പാസ്റ്റർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ കരമടിച്ച് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ ആളിന്റെ പൊക്കത്തിൽ തിരമാല കടലിനകത്ത് തെള്ളുന്നത് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടു. രാമേശ്വരത്തുള്ളവർ സകലരും ഓടിയപ്പോൾ ആരാധിച്ച ഞങ്ങളുടെ ചർച്ചക്ക് കോമ്പൗണ്ടുക്കുള്ള ഒരു തുള്ളി വെള്ളം വരാതെ ദൈവം കാത്തെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ നിന്റെ ആരാധനയെ മാനിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. നീ മുട്ടുമടക്കി ദൈവത്തെ ആരാധിച്ചാൽ ഇന്ന് പ്രഭാതത്തിൽ ഒരനർത്ഥം നിനക്ക് വരികയില്ല, ഒരു ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകാതിരിക്കാൻ ദൂതന്മാരോട് കൽപ്പിച്ചാക്കിയ ദൈവം ഇന്ന് പ്രഭാതത്തിൽ വെട്ടുവിള പറ. എന്റെ വശത്ത് 1000 പേര്, എന്റെ വലതുവശത്ത് കൊല്ലങ്കോട് 10,000 പേരും വീഴും, എന്നാൽ അതൊന്നും എന്നോട് അടുത്ത് വരികയില്ല. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം.
പ്രാർത്ഥിക്കുന്നവനെ വിടുവിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഉപവസിക്കുന്നവനെ വിടുവിക്കുന്നവനാ ദൈവത്തിലെ സ്വർഗത്തിലെ ദൈവം. സുനാമി വരട്ടെ, ഭൂകമ്പം വരട്ടെ, കീഴെ ശാശ്വത ഭുജങ്ങൾ വച്ചിരിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. നിന്റെ ആലയത്തെ കെട്ടുമണി താഴെ വീഴാതെ, എന്താ കട്ടളകളെ കീഴെ പോകാതെ ഉന്നതത്തിൽ നിന്ന് ക്യാമറ വഴി നോക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് അവൻ മനുഷ്യപുത്രന്മാരെ ഉയരത്തിൽ നിന്ന് നോക്കുന്നു. സ്തോത്രം. ഞാനത് ഓർത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഭൂമിക്കടിയിൽ ഏറ്റവും കൂടുതൽ വെള്ളമുണ്ട്, സുനാമി. ഇനി അതായി സുനാമി മുന്നറിയിപ്പ് 2024 ഈ വർഷം അവസാനവും സുനാമി നടക്കുന്നെന്ന് ശാസ്ത്രലോകം പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ജപ്പാനിൽ ലോകയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവ്. അടുത്ത വാക്ക് ആ വാക്ക് അത് ആഴിയുടെ ഭണ്ഡാരഗ്രഹങ്ങൾ, ദ സ്റ്റോറേജ് ഓഫ് ഓൾ, ദ സ്റ്റോറേജ് ഓഫ് സമുദ്രത്തിൻ്റെ ഓരോ സ്റ്റോറേജുകളും തുറക്കുവാൻ സീ ലെവൽസ് അപ്പ്, അഥവാ കയറി വന്നു. സമുദ്രത്തിൻ്റെ ലെവലുകളെല്ലാം മാറി. അടുത്ത് കഴിഞ്ഞിട്ട് ആകാശത്തിൻ്റെ, അടുത്ത വാക്ക് കുഞ്ഞു വായിച്ചാട്ട്, ആകാശത്തിന്റെ കിളിവാതിലുകളും തുറന്നു. ആകാശത്തിൻ്റെ കിളിവാതിലും തുറന്നു. അപ്പം 2 മഴയാ നോഹയുടെ കാലം. ഒന്ന് മേഘവിസ്ഫോടനം. കിളിവാതിൽ എന്ന് പറഞ്ഞാൽ മേഘം കൂട്ടിയിടിച്ചു. അതിന് സയൻറ്റിഫിക് വേർഡ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മെട്രിക്കുലേഷൻ കോളേജുக்கு പഠിக்கிற அருமையான பிள்ளைகள் இங்கே இருக்குது, அவருக்கு தான் தெரியுது. that means science we are find out that method is cloud explosion. മേഘം കൂട്ടിയിടിച്ചു. സ്തോത്രം. ആ മേഘം കൂട്ടിയിടിച്ച കാര്യം ഒരു പക്ഷേ അവസാന ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇന്നത്തെ സംഭവങ്ങൾ. സമയം കിട്ടാത്തതുകൊണ്ട് എന്ത് സയൻസ് നമ്മൾ പഠിച്ചിങ്ങനെ കയ്യിൽ വെച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, 1 സുനാമി, 2 മേഘം കൂട്ടിയിടിച്ചു. അതാ നോഹയുടെ കാലത്തെ പ്രളയം. അതിൻ്റെ പ്രത്യേകത എന്താ? പൂവാറിൽ നിന്ന് ഈ പെട്ടകം അങ്ങോട്ട് പോയി. മേളിൽ നിന്ന് വെള്ളം, താഴെ നിന്ന് വെള്ളം, പലകയിലൊക്കെ വെള്ളം അടിച്ച് ഇങ്ങനെ കാറ്റും കയറി. നോഹയുടെ ഭാര്യ അമ്മാമ്മ പറഞ്ഞ് കർത്താവ് പറഞ്ഞതൊക്കെ തെറ്റാ, മിക്കവാറും നമ്മൾ കാശ്മീർ വഴി ഗൾഫ് രാജ്യത്തെങ്ങാണൊന്ന് ചെല്ലുമെന്ന്. സ്വോത്രം. അത്രയും പറഞ്ഞു. അത് ആ പെട്ടകത്തിനകത്തും കുഴപ്പമുണ്ടായിരുന്നു. സ്വോത്രം. മക്കളും നോഹയോട് പിറുപിറുത്ത്. എന്നാൽ നോഹ പറഞ്ഞു ഇത് ദൈവം കാത്തോളും. അന്നത്തെ കാര്യം 40 രാവും 40 പകലും മഴ പെയ്തു. പക്ഷേ ദൈവത്താൽ പണിയപ്പെട്ട പെട്ടകത്തിന് യാതൊരു ദോഷവും വരാതെ ദൈവം കാത്തു. ഇനിയുള്ള വചനങ്ങൾ നിങ്ങൾ കേട്ടോണം. 40 ദിവസം കഴിഞ്ഞു, മഴയും വെള്ളവും ഇറങ്ങി. ആദ്യം നോഹ മലങ്കാക്കയെ വിറ്റു. പ്രസംഗം പുറകെ പറഞ്ഞു തരാം. മലങ്കാക്ക വന്നും പോയിരുന്നു. എവിടെയോ വെള്ളത്തിൻ്റെ ചാലുകൾ മാറി ഏതോ മരക്കൊമ്പിനകത്തിരുന്നു. അപ്പോൾ കാക്കയുടെ വരവ് നിന്നപ്പോൾ ഈ നോഹയ്ക്ക് പിടികിട്ടി, വെള്ളം ഇറങ്ങി തുടങ്ങി. രണ്ടാമത് അവനെന്ത് പ്രാവിനെ വിട്ടു. കുറുപ്രാവ് പോയി വന്നും പോയിരുന്നു. പക്ഷേ അത് കാക്ക ഇരുന്നത് പോലെ എല്ലാ സ്ഥലത്തും ഇരിക്കത്തില്ല. അത് പച്ചല കൊത്തിക്കൊണ്ടുവന്ന്. എന്താ എല്ലാ സ്ഥലത്തും ഇരിക്കാത്തത്? ദൈവമക്കൾ കേൾക്കണം. ഈ മനുഷ്യ ശരീരത്തിനകത്ത് ഒരു ഭാഗമുണ്ട്, അതിൻ്റെ പേര് ഗോൾ ബ്ലാഡർ. നമ്മുടെ വേസ്റ്റ് എല്ലാം ശരീരത്തിൽ കെട്ടിവരും. അപ്പോഴേ മുള്ളും കിള്ളും ഒക്കെ കെട്ടുമ്പോഴാണ് ചിലർക്ക് രാത്രി നെഞ്ചുവേദന. ഉടനെ ആശുപത്രി കൊണ്ട് ചെല്ലുമ്പോൾ ഡോക്ടർ പറയും അപ്പൻഡിസെക്ടമി. എല്ലാവരുടെ തിരിപ്പുണ്ട്, യവനെ കീറിക്കളഞ്ഞാൽ വേദന മാറും, അപ്പൻഡിസെക്ടമി. പക്ഷേ പ്രാവിനകത്ത് ഉലകത്തിലെ പക്ഷികളെ പഠിക്കുമ്പോൾ ഗോൾ ബ്ലാഡർ വേസ്റ്റ് ഇല്ലാത്ത ഒരേ ഒരു പക്ഷിയുള്ള പ്രാവ്. അതുകൊണ്ട് ദൈവസഭയെ സ്വർഗം വിളിക്കുന്നത് എൻ്റെ കാന്തേ, എൻ്റെ പ്രാവേ, കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് ബൈബിൾ പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ. പ്രാവിൻ്റെ പ്രത്യേകത വാട്ടം, മാലിന്യം, കറ, ചുളുക്കം, പക, പിണക്കം, കോപം, ദ്വന്ദ്വപക്ഷം ഇതൊന്നുമില്ലാതെ ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ദൈവകുഞ്ഞിനെ സ്വർഗം വിളിക്കുന്ന പേരാ ചായമാമേ, എൻ്റെ കാന്തേ, എൻ്റെ പ്രാവേ, കരമുയർത്തുന്നവർക്കായി. സ്തോത്രം. അതുകൊണ്ട് ആ പ്രാവിനെ പോലെ കുറുകിയിരിക്കുന്ന പ്രാവ്. വായിക്കാൻ മോളെ, അന്ന് നടന്ന സംഭവം ഉൽപ്പത്തി 7, 21, 22 വാക്യങ്ങൾ. ബൈബിൾ കോളേജ് വായിക്കുന്നവരെ വായിച്ചു കൊടുത്താട്ടെ. നോട്ട് ക്ലിയർ എല്ലാവരും നോട്ടി. ഉൽപ്പത്തി 7, 21, 22 വായിക്കാം. പറവകളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും നിലത്തിഴയുന്ന എല്ലാ ഇഴജാതികളുമായി ഭൂചരജടമൊക്കെയും സകല മനുഷ്യരും നോഹയുടെ കാലത്ത് ചത്തുപോയി. കരയിലുള്ള മതി, സകലത് ഭൂമിയിൽ ജീവശാസമുള്ള സകലതും ചത്തു. കർത്താവിൻ്റെ വരവും ഇതുപോലെ നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ വരവിലും. എന്നാൽ ഇനി അടുത്തത്, ഈ പെട്ടകം ആടി ഉലഞ്ഞു. അതെവിടെ ചെന്നെത്തി? ഇതാ എൻ്റെ പ്രസംഗം.